അപ്പോൾ ഞാൻ ഗുരുവിൻ്റെ സാഹിത്യകൃതികൾ എടുത്തു പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, അതൊക്കെ ഞാൻ സമയം കളയാനായിട്ട് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ്, ഇതൊന്നും വായിച്ചിട്ട് സന്യാസിക്കാൻ വരരുതെന്ന് പറഞ്ഞു. കാരണം എനിക്കങ്ങനെ ദൈവത്തിനൊന്നും വലിയ വിശ്വാസമൊന്നും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് കത്തയക്കുന്നത്. അപ്പോൾ ഒരു കാർഡിൽ മറുപടി വരികയാണ്. അപ്പോൾ ഞാനിങ്ങനെ സ്കൂളിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ സ്കൂളിൽ പഠിക്കുകയാണല്ലോ, അപ്പോൾ പഠനത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കൂ, ഇങ്ങനെ ഒരു ഇതിലൊക്കെ എത്തിച്ചേരൂ, ദൈവത്തിൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും. ടീച്ചറെ തെറ്റ് തിരുത്താൻ വേണ്ടി ആദ്യം തന്നൊരു സംഗതി ഞാൻ SFIയുടെ സ്റ്റുഡൻറ്റ് മാസികയിൽ എഴുതിയൊരു ലേഖനത്തിൻ്റെ കഷ്ണമായിരുന്നു. നമ്മുടെ ലീലാവതി ടീച്ചറുണ്ടല്ലോ, ലീലാവതി ടീച്ചർ അത്രയും പ്രായമുണ്ട്, പക്ഷേ ലീലാവതി ടീച്ചർ ക്ലാസ് എടുക്കാൻ വന്നുകൊണ്ടിരുന്നത് മറ്റേ NGO ക്വാർട്ടേഴ്സിൻ്റെ അവിടെ നടന്നിട്ടാണ്. വളരെ സീനിയറായിട്ടുള്ള ജേർണലിസ്റ്റുകളുടെ അവരെഴുതിയ റിപ്പോർട്ടുകളുണ്ടല്ലോ, അത് തിരുത്താൻ കൊണ്ടുവരും. എന്നിട്ട് ടീച്ചർ അത് ആരാന്ന് എഴുതിയെന്ന് പറയില്ല. ഇല്ല ടീച്ചർ എന്ത് ചോദിച്ചാൽ ഇത് ക്ലാസ്സിലവിടെ വെച്ചിട്ട് പോകും, അപ്പോൾ നമ്മൾ പിന്നെ പോയി നോക്കും. അപ്പം അങ്ങനെ അവരെല്ലാവരും ഒരു കാലത്ത് എന്നുള്ളതല്ല, അവരുടെ ജീവിതകാലത്ത് മുഴുവൻ ശക്തമായ ഇടത് വിരുദ്ധത കൊണ്ട് നടന്നിരുന്ന ആളുകളും അതിനെ നയിച്ച ആളുകളുമാണ് കേരളത്തിൽ. പോഡ്കാസ്റ്റുകളിൽ ചിലപ്പോൾ ഇത്തരത്തിലൊരു പോഡ്കാസ്റ്റ് എനിക്ക് തോന്നുന്നു ആദ്യമായിരിക്കും. ചിലപ്പോൾ ഇനി ഇങ്ങനൊരു പോഡ്കാസ്റ്റ് ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. കാരണം കേരളത്തിൽ മാധ്യമപ്രവർത്തകരെ വാർത്തെടുക്കുന്ന, പത്രപ്രവർത്തകരെ വാർത്തെടുക്കുന്ന ഇപ്പോഴത്തെ കേരള മീഡിയ അക്കാഡമി, നേരത്തെ ഇത് കേരള പ്രസ് അക്കാഡമി ആയിരുന്നു, ഈ അക്കാഡമിയിൽ പഠിച്ച ഞാനും അവിടുത്തെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. അക്കാഡമിയിലെ 3 പ്രഗത്ഭ വ്യക്തികളെയാണ് ഈ പോഡ്കാസ്റ്റിലൂടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. സത്യത്തിൽ അവർ മാധ്യമപ്രവർത്തന രംഗത്ത് നിന്ന് മറ്റൊരു മേഖലയിലേക്ക് കടന്നു ചെന്ന് വെന്നിക്കൊടി പാറിച്ചവരാണ്. 3 പ്രഗത്ഭ വ്യക്തിത്വങ്ങളാണ്. ഇതിൽ അക്കാഡമിയിലെ സീനിയോറിറ്റി വെച്ച് ഞാൻ ഇവരെ പരിചയപ്പെടുത്തുകയാണ്. സ്വാമി മുക്താനന്ദയതി, സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി, സ്വാമി ആനന്ദവനം ഭാരതി. 3 പേരും അക്കാഡമിയിലെ PG ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കോഴ്സ് പഠിച്ചവരാണ്. അങ്ങനെ തുടർന്ന് ജീവിതത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, മറ്റൊരു മണ്ഡലത്തിലേക്ക്, ആധ്യാത്മികതയിലേക്ക് പോയി ചിലപ്പോൾ കേരളത്തിന് പുറത്തും ആധ്യാത്മികതയുടെ വെളിച്ചം, അത് ഇന്നത്തെ വർത്തമാനകാല കേരള സാഹചര്യത്തെ അല്ലെങ്കിൽ ആഗോള സാഹചര്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു എന്നതാണ് ചിലപ്പോൾ ഇവരെ വേറിട്ടവരാക്കുന്നത്. ഞാൻ ആദ്യമായി ഇവർ ഓരോരുത്തരോടും അവരവരെ സ്വയം ഒന്ന് പരിചയപ്പെടുത്തണം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്വാമി മുക്താനന്ദയതി. ഞാൻ സ്വാമി മുക്താനന്ദയതി 1992-93 ബാച്ചിലായിരുന്നു അക്കാദമിയിൽ പഠിച്ചത്. അന്ന് എൻ്റെ ജൂനിയറായിട്ട് വന്നവരാണ് ഇവർ 2 പേരും, അനുരാജും സത്സ്വരൂപാനന്ദ സ്വാമിജിയും. പിന്നീട് കുറച്ചു കാലം മാത്രമാണ് പത്രപ്രവർത്തനത്തിലായിട്ട് ഞാൻ ജീവിച്ചുള്ളൂ. അതിനുശേഷം ഒരു ആശ്രമ ജീവിതം വരിക്കുകയാണ് ചെയ്തത്. 1993-94 തന്നെ ഊട്ടിയിൽ ഗുരു നിത്യചൈതന്യയെ കാണുകയും ഗുരുവിൽ നിന്ന് സന്യാസത്തിനോടുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തപ്പോൾ ഗുരു വർക്കല ഗുരുകുലത്തിൽ താമസിക്കാനായിട്ട് എന്നെ നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. പിന്നെ ദീർഘകാലം പലയിടങ്ങളിൽ യാത്ര ചെയ്തും ഊട്ടി ഗുരുകുലത്തിൽ ഗുരുവിൻ്റെ സമീപവർത്തിയായിട്ട് ജീവിച്ചും, അതിനുശേഷം ഗുരുവിൻ്റെ മഹാസമാധിക്ക് ശേഷം കാഞ്ഞിരമറ്റം, എറണാകുളം കാഞ്ഞിരമറ്റത്ത് ഒരു ആശ്രമം സ്ഥാപിച്ച് അതിലൂടെയാണ് ഭാരതീയ തത്വചിന്തയും ദർശനവും ഉപനിഷത്തും ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളൊക്കെ പഠിപ്പിക്കുക എന്ന ഒരു ജീവിത ദൗത്യം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നത്. ഇതാണ് ഉള്ളതിൻ്റെ ഒരു ചുരുക്കം. സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി. ഞങ്ങളൊക്കെ സുധീ സ്വാമി എന്ന് അന്ന് തന്നെ വിളിച്ചു തുടങ്ങിയിരുന്ന മുക്താനന്ദ സ്വാമിജിയുടെ തുടർച്ചയായിട്ടാണ് അവിടെ അക്കാഡമിയിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. കുറച്ചു കാലം ഹിമാലയത്തിലും അതുപോലെ തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒക്കെ സഞ്ചരിച്ച് ഉത്തരകാശിയിലെത്തി
അവിടെ കൈലാസാശ്രമത്തിലൊക്കെ വേദാന്ത പഠനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മംഗളാശ്രമത്തിലെ പുരകരാനന്ദ സ്വാമിജിയും അതുപോലെ തന്നെ ശങ്കരാനന്ദ സ്വാമിജിയും നിർബന്ധിച്ചാണ്, അല്ലെങ്കിൽ ഇതൊരു ആവശ്യകതയാണ്, ഇങ്ങനെ വെറുതെ നടന്നാൽ പോരാ, കഷായത്തിലേക്ക് എത്തണം എന്ന് പറഞ്ഞാണ് സന്യാസത്തിലേക്ക് എത്തിച്ചത്. അതിനുശേഷം അവിടെ മംഗളാശ്രമത്തിൻ്റെ ചാർജ് ഉത്തരവാദിത്തമൊക്കെ ആയിട്ട് കുറച്ചു കാലം അവിടെ കൂടി. പിന്നീട് കേരളത്തിലേക്ക് വന്നു. കേരളത്തിൽ എരുമേലിയിൽ മണിമലയാറിൻ്റെ തീരത്ത് ആത്മബോധിനി ആശ്രമം എന്നൊരാശ്രമം ചിലരൊക്കെ കെട്ടിത്തന്നു. അവിടെ ഒരു 25 വർഷത്തോളം അവിടെ തന്നെ കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ മാവേലിക്കര ഉമ്പർനാട് സിദ്ധാശ്രമം, അത് 118 വർഷത്തോളം കേരളം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ആശ്രമമാണ്. 118 വർഷം പഴക്കമുള്ള ഒരു ആശ്രമമാണ്. അതിൻ്റെ മഠാധിപതിയായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ സന്യാസിമാരുടെ ഒരു സമിതിയുണ്ട്. ഓൾ ഇന്ത്യ തലത്തിലുള്ള മാർഗദർശക മണ്ഡലത്തിൻ്റെ സംസ്ഥാന ഘടകം, കേരള മാർഗദർശക മണ്ഡലത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് കേരളത്തിൽ ഇപ്പോൾ ഒരു 10-14 വർഷത്തിലധികമായിട്ട് പ്രവർത്തിച്ചും വരുന്നുണ്ട്. സാധനാ സമ്പ്രദായം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം ഈ സിദ്ധാശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ സാധ്യത കാണുന്നുണ്ട്. അതിൻ്റെ ഒരു കുറച്ച് എക്സ്പീരിയൻസ് നേടിയത് കുറച്ചു കാലം സാധന അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ടൊരു കുഴിയിലൊക്കെ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ കുഴിയിൽ തന്നെ കുത്തിയിരുന്ന് അവിടെ തന്നെ ഭക്ഷണവും ഒക്കെ പാചകം ചെയ്ത് അവിടെ തന്നെ സാധന അനുഷ്ഠിച്ച് ജീവിച്ച, അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച സിദ്ധ വഴിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ കൂടുതൽ ഗുണകരമായിട്ടുണ്ട് സിദ്ധ ആശ്രമത്തിൻ്റെ മഠാധിപതിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ. ഇപ്പോൾ അമുഖമായിട്ട് അത്രേ പറയുന്നു. മഹാമണ്ഡലേശ്വര സ്വാമി ആനന്ദവനം ഭാരതി. നമോ നാരായണായ. ഞാൻ കൊട്ടാരക്കര അവധൂതാശ്രമം, കേരളത്തിലെ ആദ്യത്തെ ആശ്രമമാണ്. അവധൂതാശ്രമമാണ് കേരളത്തിലെ ആശ്രമം. ഭാരതത്തിലെ ഏറ്റവും പ്രാചീനവും ഏറ്റവും വലുതുമായ നാഗ സന്യാസി സമൂഹമായിട്ടുള്ള ശ്രീപഞ്ച ദശനാം ജൂന അഖാഡ, ആ അഖാഡയുടെ മഹാമണ്ഡലേശ്വരായിട്ട് കഴിഞ്ഞ പ്രയാഗ്രാജ് കുംഭമേളയിൽ 25 നടന്ന മഹാകുംഭമേളയിൽ അഖാഡ അഭിഷേകം ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിനെ തുടർന്ന് അഖാഡയുടെ ദക്ഷിണ ഭാരതത്തിലെ പ്രവർത്തനങ്ങൾക്കും പൊതുവായി അഖാഡയുടെ വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ്. ഭാരതത്തിലൊരു കുറച്ചു കാലം ധാരാളം യാത്രകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഹിമാലയത്തിലും മറ്റുള്ള തീർത്ഥ സ്ഥാനങ്ങളിലുമൊക്കെ. ഇപ്പോൾ കേരളത്തിലും ഉത്തരഭാരതത്തിലുമായിട്ട് പ്രവർത്തിച്ചു വരും. സന്യാസിമാരുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ പൂർവാശ്രമം എന്നൊരു ഘട്ടമുണ്ട്. അതിനെ എത്രത്തോളം കേരളത്തിലെ പൊതുസമൂഹത്തിന്, പ്രേക്ഷകർക്കൊക്കെ പരിചിതമാണ് എന്ന് എനിക്കറിയില്ല. അത് സന്യാസ ദീക്ഷ വരിക്കുന്നതിന് മുൻപ് എല്ലാവരുടെയും എന്നതുപോലെയുള്ള ബാല്യമാണ് അവർക്കും ഉണ്ടാവുക. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പൂർവാശ്രമത്തെക്കുറിച്ച് അറിയുക എന്നത് സന്യാസിമാരുടെ കാര്യത്തിൽ പലപ്പോഴും കൗതുകമുള്ള ഒരു കാര്യവുമാണ്. അപ്പോൾ അതുകൊണ്ട് അതുകൂടി ഒന്ന് വിശദമാക്കാനായിട്ട് ഞാൻ 3 പേരോട് അഭ്യർത്ഥിക്കുകയാണ്. സന്യാസത്തിലേക്ക് വരുന്നത് എൻ്റെ ഒരു ലക്ഷ്യമായിരുന്നില്ല. എനിക്ക് പൂർവാശ്രമത്തിൽ സാഹിത്യ താല്പര്യം ഉണ്ടായിരുന്നു. അതെ, സാഹിത്യം, തത്വചിന്ത, അതുപോലുള്ള വിഷയങ്ങളിലുള്ള താല്പര്യമാണ് പിന്നീട് ഗുരു നിത്യചൈതന്യതയിലേക്കൊക്കെ എന്നെ അടുപ്പിക്കുന്നത്. പിന്നീട് പരന്ന വായന ഉണ്ടായിരുന്നു. ഒരുപാട് പാശ്ചാത്യവും പൗരസ്ത്യവുമായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുക, ചിന്ത രൂപീകരിക്കുക, ചിന്തയ്ക്ക് ക്ലാരിറ്റി കൊണ്ടുവരിക, ഈ ലോകത്ത് എങ്ങനെ നമുക്ക് ലോകത്തിൻ്റെ പ്രശ്നങ്ങളെ സമരസപ്പെട്ട് ജീവിക്കാമോ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാമോ എന്നൊക്കെയുള്ള അന്വേഷണങ്ങൾ, ഇതൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട്. അതിൻ്റെ ഭാഗമായി ഒരു അന്തസംഘർഷമുണ്ടായിരുന്നു, ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടായിരുന്നു. ഏത് തൊഴിലെടുത്ത് ജീവിക്കണോ അല്ലെങ്കിൽ സത്യാന്വേഷിയായി ജീവിക്കണോ? പക്ഷേ നമുക്ക് ഒരു യുവത്വം എന്ന് പറയുന്നത് നമ്മളെ നയിക്കുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് ഒരുപാട്. നമ്മൾക്ക് വീടിനെ ആശ്രയിക്കേണ്ടി വരുന്നു പലപ്പോഴും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഗുരുവിനെ സമീപിച്ച് ഉത്തരം തേടാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഗുരുവിനെ സമീപിക്കുന്നത്. പക്ഷേ ഗുരു അങ്ങനെ ഒരു ശിഷ്യനായിട്ട് പെട്ടെന്ന് തന്നെ സ്വീകരിച്ചൊന്നുമില്ല. കുറച്ചു കാലം വർക്കല ഗുരുകുലത്തിൽ സേവ ചെയ്ത് ജീവിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു സേവ ചെയ്യാനുള്ള മനോഭാവത്തോടു കൂടിയിട്ട് ഒരു ഗുരുകുലത്തിൽ നിൽക്കുക, ആശ്രമത്തിൽ. അപ്പോഴും നമ്മളുടെ ജീവിതചര്യകളൊന്നും
ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ളതല്ല. എന്ന് പറഞ്ഞാൽ ഒരു മൂല്യമുള്ള ഒരു സന്യാസിക്ക് കാണുമ്പോൾ പാദ നമസ്കാരം ചെയ്യാനോ നമസ്കരിക്കാനോ ഒക്കെ ഉള്ള ബോഡി ലാംഗ്വേജ് ഒന്നും നമ്മളിൽ വളർന്നിട്ടില്ല ഒന്നും. പ്രത്യേകിച്ച് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമുള്ള സ്ഥലങ്ങളാണ്. അന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇത് രണ്ടും വലിയ ശക്തമായിട്ടുള്ള പാർട്ടികളാണ്. നമ്മുടെ നാട്ടിലും അതാണ് ശക്തമായ പാർട്ടികൾ. അപ്പോൾ ചിന്തകളൊക്കെ അങ്ങനെ തന്നെയാണ് രൂപപ്പെട്ടു വരുന്നത്. എല്ലാ ചിന്തകളും സ്വതന്ത്ര ചിന്തകളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എൻ്റെ സുഹൃത്തുക്കളും സ്വതന്ത്ര ചിന്തകളുള്ളവരായിരുന്നു. ആ ഒരു കൂട്ടായ്മയാണ് പിന്നീട് ഗുരുവിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുകയും ചർച്ച ചെയ്യുകയും ഗുരുവിലേക്ക് അടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഞാൻ പഠിച്ചതൊക്കെ പലപ്പോഴും വീട് വിട്ട് പലയിടങ്ങളിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് ഒരു പഠനവും സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ പ്രൈവറ്റായിട്ടാണ് പഠിച്ചതൊക്കെ. പിന്നീട് പലയിടങ്ങളിലും യാത്ര പോയി വരുമ്പോൾ 5-6 മാസമൊക്കെ എടുക്കും. പിന്നെ അത് ചെറുപ്പത്തിലുണ്ട്. 8ാം ക്ലാസ്സിൽ തന്നെ പോകുമായിരുന്നു. 10ാം ക്ലാസ്സിലൊക്കെ യാത്രകൾ തന്നെയാണ്. പലയിടത്തും പോകും. പിന്നെ വീട്ടുകാരന്വേഷിച്ചൊക്കെ വരും. അങ്ങനെയൊക്കെ വരും. അങ്ങനെയൊക്കെ നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് സന്യാസം ഒരു ഉരുത്തിരിഞ്ഞ് വരലായിരുന്നു എനിക്ക്. ഇവോൾവ് ചെയ്തു വന്നിട്ടുള്ളതാണ്. ഗുരുവിൻ്റെ അടുത്ത് പോയിട്ടുള്ളതും എനിക്ക് ചിന്തയ്ക്കും സാഹിത്യത്തിലുള്ള അഭിരുചിയൊക്കെ കൊണ്ട് തന്നെയാണ്. ഗുരുവിൻ്റെ സാഹിത്യകൃതികളാണ് ഞാൻ ആദ്യം വായിക്കുന്നത്. എന്നിട്ട് ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ശിഷ്യത്വം ചോദിച്ചപ്പോൾ ഗുരു ഏത് പുസ്തകങ്ങളാണ് വായിച്ചിട്ടുള്ളതെന്ന് എന്നോട് ചോദിച്ചു. ഗുരു നിത്യചൈതന്യതി. അപ്പോൾ ഞാൻ ഗുരുവിൻ്റെ സാഹിത്യകൃതികൾ എടുത്തു പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, അതൊക്കെ ഞാൻ സമയം കളയാനായിട്ട് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ്. ഇതൊന്നും വായിച്ചിട്ട് സന്യാസിക്കാൻ വരരുതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നിരാശയായി വളരെയധികം. ഗുരു എന്നെ നിരാശപ്പെടുത്തുകയാണോ എന്നുള്ള വിചാരമായി. പിന്നീടാണ് ഞാൻ ഗുരുകുലത്തിൽ നിന്നതിന് ശേഷമാണ് ഈ തത്വചിന്താപരമായിട്ടുള്ള കൃതികളൊക്കെ വായിക്കുന്നത് അധികം. ഉപനിഷത്തുകൾ, ഭഗവത്ഗീത, ഗുരുവിൻ്റെ ഭഗവത്ഗീത സ്വാധ്യായം, അതുപോലെ ഈ വിവേക ചൂടാമണി എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട്. ഗുരു അത് നല്ലവണ്ണം എഴുതിയിട്ടുള്ള. അന്നൊക്കെ എങ്ങനെ പഠിക്കണം നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു വേദാന്തം പഠിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ആ കൃതികളൊക്കെ വായിച്ച് അതിൽ താല്പര്യമുണ്ടായി. പിന്നീട് ഗ്രാജ്വലി ഒരു എവല്യൂഷൻ ഉണ്ടായിട്ടാണ് പൂർണ്ണ സന്യാസത്തിലേക്കൊക്കെ ആഗ്രഹം വരുന്നതൊക്കെ. ശരി, സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ യാത്ര ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? അതെ. എവിടേക്കായിരുന്നു യാത്ര പോയിക്കൊണ്ടിരുന്നത്? യാത്ര പോകുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങും. എവിടേക്കാണെന്നറിയില്ല. ഒരു ജോഗ്രഫിക്കൽ ആയിട്ട് ഒരു ബോധമില്ലാത്ത മനുഷ്യനായതുകൊണ്ട് ആദ്യത്തെ ബസ് കിട്ടും, കയറും, പോകും. അത് തൃശ്ശൂരൊക്കെ ആയിരുന്നു ഇറങ്ങിയത്. പിന്നെ കോട്ടയത്തേക്കൊക്കെ പോയതായിട്ടറിയാം. പിന്നെ അവിടെ നിന്ന് ചില ബസ്സുകളൊക്കെ കയറി എവിടെയൊക്കെ പോയി തിരിച്ചു വന്ന് ആ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ്. അല്ല, അവിടെയൊക്കെ പോയിട്ട് എന്താ ചെയ്യുക? ഈ സ്ഥലത്തൊക്കെ പോയിട്ട് അവിടെ അലഞ്ഞ് നടക്കും. ഇങ്ങനെ ഇങ്ങനെ നടക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ ചായയൊക്കെ മേടിച്ചു തരും, ഭക്ഷണമൊക്കെ വാങ്ങിച്ചു തരും. ആരെങ്കിലും ചെറുപ്പമല്ലേ, ഒരു പയ്യനാണ്, മുണ്ടെടുത്തു തുടങ്ങിയിട്ടുള്ളൂ അന്ന് ആ കാലത്ത്. അപ്പോൾ അങ്ങനെയുള്ള യാത്രകൾ പലതും കഴിഞ്ഞു. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങും, ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങും. അപ്പോഴൊക്കെ ശരിക്കും നമുക്ക് ഒരു നഗരത്തിൻ്റെ രാത്രികൾ നമുക്ക് കാണാൻ പറ്റുമെന്ന്. നഗരത്തിൻ്റെ രാത്രികൾ വളരെ പ്രത്യേകതകളുള്ളതാണ്. എല്ലാ തരത്തിലുള്ള വിചിത്ര മനുഷ്യരും സഞ്ചരിക്കുന്ന സമയമാണ് അതൊക്കെ. അങ്ങനെയൊക്കെ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് അക്കാഡമിയിലെത്തിയത്? ഇപ്പോൾ ജേർണലിസം പഠിക്കണമെങ്കിൽ അക്കാഡമിയിൽ വരാൻ പറ്റുള്ളൂ. ജേർണലിസം പഠിക്കണമെങ്കിൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് PG പ്രൈവറ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അപ്പോൾ ആ സമയത്താണ് അക്കാഡമിയിൽ ഇൻ്റർവ്യൂ വന്നത്. അറ്റൻഡ് ചെയ്തു, അതെനിക്ക് കിട്ടുകയും ചെയ്തു. വളരെ എക്കണോമിക്സാണ് ഞാൻ എടുത്തിരുന്നത്, ഡിഗ്രിക്ക് എടുത്തിരുന്നത്. അപ്പോൾ കിട്ടിയപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ലൈഫിനൊരു ഓപ്പണിംഗ് ആയിട്ടുണ്ട്. ശരിക്കും എഴുതുക എന്നുള്ളത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അന്ന് അക്കാഡമിയിൽ വന്ന് ചേർന്നപ്പോൾ ഏറ്റവും കൂടുതൽ വായനയും പുസ്തകങ്ങളൊക്കെ ശേഖരിക്കുന്ന ഞാൻ പബ്ലിക് ലൈബ്രറിയിൽ പോയി ചേർന്നു. പുസ്തകങ്ങൾ വായനയും എല്ലാ ദിവസവും വൈകുന്നേരം എറണാകുളത്തേക്ക് എന്തെങ്കിലും സാംസ്കാരിക പരിപാടികളുണ്ടാകും, അതിൽ പങ്കെടുക്കാനായി പോകും. അങ്ങനെ എൻ്റെ സീനിയർ ബാച്ചിൽ ഉണ്ടായിരുന്ന. അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അന്ന് ഈ വിശ്വസാഹിത്യം മുഴുവൻ വായിച്ച ഒരാളായിരുന്നു. അങ്ങനെ പറയാൻ പറ്റില്ല.
ഞാൻ അന്ന് എൻ്റെ ക്ലാസ്മേറ്റായിട്ടുള്ള ഒരു ഉണ്ണികൃഷ്ണൻ്റെ കാർട്ടൂണിസ്റ്റാണ് അദ്ദേഹം. മാതൃഭൂമിയിലെ ജേർണലിസ്റ്റായിട്ട് ഉണ്ണികൃഷ്ണൻ ഞങ്ങളുടെ കാർട്ടൂണുകൾ വരയ്ക്കും ഇരുന്നിട്ട്. എൻ്റെ മുറിയിൽ മാത്രമാണ് ഒരു ഡിക്ഷണറി ഉണ്ടായിരുന്നുള്ളൂ, മലയാളം ഡിക്ഷണറി. അപ്പോൾ ഒരു ദിവസം ഞാൻ വീട്ടിൽ പോയി, അപൂർവമാണ് വീട്ടിൽ പോകുന്നത് 2-3 മാസം കൂടുമ്പോൾ. അപ്പോൾ അന്ന് ഈ ഡിക്ഷണറികൾ നൃത്തം ചെയ്യുന്നതായിട്ട് ഈ ഉണ്ണികൃഷ്ണൻ കാർട്ടൂൺ വരച്ചു. സന്തോഷമായിട്ട് ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്ക് ഒഴിവ് തന്നല്ലോ എന്ന് പറയുന്നത്. അതൊക്കെ എന്നിട്ട് ജോലി ചെയ്തിട്ടുണ്ട്, ചന്ദ്രികയിൽ ജോലി ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ദിവസം അപ്രത്യക്ഷനാവുമായിരുന്നു. എനിക്ക് അതാണ് ഈ കാഷായത്തിലേക്കുള്ള ഒരു പോക്ക്. തീർച്ചയായിട്ടും പറയാൻ പറ്റുമോ? ഞാനത് ആശ്രമത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ചന്ദ്രികയിൽ ജോലി ചെയ്തത്. ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ അന്വേഷണവും ഇതിൻ്റെ സമയവും എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ കംപ്ലീറ്റ് ഡ്രോപ്പ് ചെയ്തു, പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പത്രപ്രവർത്തനത്തിലേക്ക്. അതിന് മുന്നോടിയായിട്ട് എനിക്ക് ഗുരു നിത്യയിലൊക്കെ ഒരു ഇൻ്റർവ്യൂ ഞാൻ ചെയ്തിട്ട് കലാകൗമുദിയിലൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വളരെ പ്രത്യാശയായിരുന്നു ഈ മേഖലയിൽ എനിക്ക് എഴുതാനൊക്കെ പറ്റുമെന്ന് വളരെയധികം. പക്ഷേ എന്തുകൊണ്ടോ എനിക്കതിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയില്ല. അത് ഈ ചന്ദ്രികയിലെ ജോലിയുടെ സ്ട്രെസ് കൊണ്ടാണ് പോയതെന്നും അത് കഴിഞ്ഞ് ഗുരു നിത്യനിധിയെ കണ്ടപ്പോൾ വഴി ഇതാണല്ല സന്യാസമാണ് എന്ന് പറഞ്ഞു എന്നും അങ്ങനെയാണ് സന്യാസത്തിലേക്ക് മാറിയതെന്നും കേട്ടിട്ടുണ്ട്. അത് പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് അങ്ങനെ തോന്നാം. പക്ഷേ എൻ്റെ അന്തസംഘർഷം തന്നെയായിരുന്നത്. എനിക്ക് ജോലി ഒരു അനിവാര്യത ആയിരുന്നില്ല, ജോലി വേണമെന്നുണ്ടായിരുന്നില്ല, പിന്നെ ഭാവിയെക്കുറിച്ച് വലിയ ആശങ്ക ഉണ്ടായിരുന്നില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ അത് ഡ്രോപ്പ് ചെയ്തിട്ട് ഗുരുവിൻ്റെ അടുത്തെത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യമായിരുന്നത്. അവിടെ താമസിക്കുക, അവിടെ ജീവിക്കുക, അവിടെ നല്ല ലൈബ്രറി ഉണ്ട്, നല്ല നിരവധി പുസ്തകങ്ങളുണ്ട്, വൈവിധ്യമാർന്നിട്ടുള്ള ചിന്തകളായിട്ട് പരിചയപ്പെടാം, ഇഷ്ടപ്പെടാം. അതൊക്കെ എൻ്റെ ഒരു ലഹരിയായിരുന്നത് എനിക്ക്. പിന്നെ എപ്പോഴാണ് ഈ സ്വതന്ത്ര ആശ്രമമായിട്ട് കാഞ്ഞിരമറ്റത്തേക്ക് വരുന്നത്? ഗുരുവിൻ്റെ മഹാസമാധി, ഗുരുനിത്യയുടെ മഹാസമാധിക്ക് ശേഷം പിന്നെ ഊട്ടി ഗുരുകുലത്തിലേക്ക് പോകാനുള്ള ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ ഹിമാലയ യാത്രയൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ ഹിമാലയ യാത്ര പല പ്രാവശ്യം പോയിട്ടുണ്ട്. സന്യസിക്കുക എന്ന് പറഞ്ഞാൽ ഹിമാലയ യാത്ര അതിൻ്റെ ഒരു പാർട്ടാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഹിമാലയത്തിൽ പോയി തിരിച്ചു വന്ന് വീണ്ടും ഹരിദ്വാറിലോ ഋഷികേശിലോ എവിടെയെങ്കിലുമൊക്കെ പോയി സ്റ്റേ ചെയ്യാം നിരന്തരമായി എന്ന് വിചാരിച്ചപ്പോൾ ചില ആളുകൾ, ഞാൻ സത്സംഗമൊക്കെ ചെയ്തു തുടങ്ങിയിരുന്നു കുറച്ച്, ആ ആളുകളിൽ ചിലവർ എന്നോട് പറഞ്ഞു ഇവിടെ ഒരു ആശ്രമം ഇടാമെന്ന്. അങ്ങനെ ഒരു അമ്മ ഉണ്ടായിരുന്നു അന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്ന. ആ അമ്മ കുറച്ച് കോൺട്രിബ്യൂട്ടൊക്കെ ചെയ്തൊരു ആശ്രമത്തിന് സ്ഥലമൊക്കെ വാങ്ങിച്ചു തന്നെ എനിക്ക്. അങ്ങനെ ഞാൻ കാഞ്ഞിരമറ്റത്ത് പെർമനൻ്റ് ആകുകയാണ് ചെയ്യുന്നത്. പിന്നെ മുഴുവനും ആളുകളായിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ട് ഡ്യൂട്ടി ബൗണ്ടായി. ഡ്യൂട്ടി ബൗണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായ രീതിയിലുള്ള ആവശ്യങ്ങളുണ്ട് ലോകത്ത്. മാനസികമായ വിഷമങ്ങൾ, സത്സംഗം, പ്രാർത്ഥന, ധ്യാനം, ഇതൊക്കെ നമ്മൾ എന്താണ് പഠിച്ചത്, അറിഞ്ഞത്, അതൊക്കെ പകർന്നു കൊടുക്കുന്നത് നമ്മുടെ ഒരു ജീവിതചര്യയായിട്ട് മാറി. ഇപ്പം അത് സന്തോഷമാണ്, വളരെ സന്തോഷം. ഒരു പുതിയ സെൻ്റർ കൂടെ തുടങ്ങല്ലേ വേദപഠനത്തിന് വേണ്ടിയിട്ട്? അതെ, ഇലവിഴ പുഞ്ചിറയിൽ. ഇലവിഴ പുഞ്ചിറ ഏറ്റവും മനോഹരമായൊരു സ്ഥലമാണ്. 1910 ഞങ്ങൾ ആ സ്ഥലം, ഒരു 8 ഏക്കർ സ്ഥലമുണ്ട്. അത് ഒരു 3 മലയുടെ ഇടയിലുള്ള ഒരു സമനിരപ്പാണത്. അപ്പോൾ എനിക്ക് തോന്നി അവിടെ വിജനമാണ്, നല്ല വിജനമായൊരു സ്ഥലമാണ്, നിശബ്ദമാണ്, ഏകാന്തമാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള അധ്യാത്മശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ ഏകാന്തത്തിൽ നിന്ന് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു സ്ഥാപനം ആരംഭിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ തുടങ്ങിയത്. ഇപ്പോൾ അതിൻ്റെ ഒരു പകുതി എത്തിയിട്ടുള്ളൂ, ഇനിയും പൂർത്തീകരിക്കാനുണ്ട്. ഒരു 100 പേർക്കെങ്കിലും 50-100 പേർക്കെങ്കിലും താമസിച്ച് വേദാന്ത കൃതികൾ മനനം ചെയ്യാനും വിചാരം ചെയ്യാനും ഒക്കെയുള്ള ഒരിടം. അപ്പോൾ അവിടെ നിരന്തരം സത്സംഗങ്ങളും ശാസ്ത്രപഠനമാണ് നമ്മുടെ ഒരു ആനന്ദവും ഒരു സന്തോഷവും. പഠിക്കുകയും അത് പറഞ്ഞു കൊടുക്കുകയും. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരിടമാണ് ഇലവിഴ പുഞ്ചിറയിൽ ഉണ്ടായി വരുന്നത്. സ്വാമി മുക്താനന്ദ യതി പറഞ്ഞപ്പോൾ 2 ആൾക്കാരെ പരാമർശിച്ചു. ഒന്ന് ശ്രീ ഉണ്ണികൃഷ്ണൻ, അദ്ദേഹം മാതൃഭൂമിയിൽ റിപ്പോർട്ടറാണ്, ഇപ്പം എറണാകുളം ബ്യൂറോയിലാണ് പ്രവർത്തിക്കുന്നത്. വളരെ മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. നേരത്തെ പറഞ്ഞതുപോലെ കാർട്ടൂണിസ്റ്റാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കാർട്ടൂണുകളൊക്കെ മാതൃഭൂമിയിൽ വരാറുണ്ട്. വളരെയധികം ശ്രദ്ധേയമായ കാർട്ടൂണുകളൊക്കെ വരയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. മറ്റൊന്ന് മധുവാണ്. മധുവും ഇപ്പോൾ മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്നു. മാതൃഭൂമി ടെലിവിഷനിൽ തിരുവനന്തപുരത്ത് അതിൻ്റെ ഒരു ഉന്നത എഡിറ്റോറിയൽ പദവിയിൽ പ്രവർത്തിക്കുകയാണ്. ആധ്യാത്മികതയുമായി ബന്ധപ്പെട്ട പല പുസ്തകങ്ങളും എഴുതിയിട്ടുള്ള, കുറേ ഫേസ്ബുക്കിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ടുള്ളൊരു വ്യക്തിയാണ് മധു.
ഇനി നമുക്ക് സത്സ്വരൂപാനന്ദ സ്വാമിയിലേക്ക് പോകാം. അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്, ഒരേ ബാച്ചുകാരാണ് പ്രസ് അക്കാഡമിയിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ പേര് സന്തോഷ് പോൾ എന്നാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥലം കാഞ്ഞിരപ്പള്ളിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സന്യാസത്തിലേക്കുള്ള യാത്ര അത് എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ നമുക്ക് അറിയാൻ താല്പര്യമുണ്ടാകും. കാരണം ഇതിനൊക്കെ മതത്തിൻ്റെ വേലിക്കെട്ടുണ്ടോ? ഒരു ക്രൈസ്തവ മതവിശ്വാസിക്ക് ഒരു ഹിന്ദു മത സന്യാസിയായിട്ട് മാറാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ സന്യാസത്തിന് മതമുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങൾക്കും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരു ഉത്തരമായിരിക്കും. അതുകൊണ്ട് ആ പൂർവാശ്രമ കാലം എന്ന് അദ്ദേഹത്തോടൊന്ന് വിശദീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സന്യാസത്തിന് മതമുണ്ടോ, അല്ലെങ്കിൽ മറ്റൊരു മതസ്ഥന് ഹിന്ദു സന്യാസി ആകാമോ എന്നൊക്കെയുള്ള ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാണ് വാസ്തവത്തിൽ ഞാൻ. ഈ വാസ്തവത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെയും മറ്റൊരു മതത്തിൽ നിന്ന് വന്നു എന്ന് പറയുന്നതിനകത്ത് വലിയ കഥയില്ല. കാരണം ഏകദേശം ഒരു 14 വയസ്സോടുകൂടി ഞാൻ എൻ്റെ പൂർവാശ്രമത്തിലെ മതം ഉപേക്ഷിച്ചാണ് പിന്നീട് നിരീശ്വരവാദിയായിപ്പോയി. സമ്പൂർണ്ണ നിരീശ്വരവാദിയാണ്. പിന്നെ പള്ളിയിൽ പോക്കോ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. നിരീശ്വരവാദിയായി, യുക്തിവാദിയായി, അങ്ങനെ ഈ ഇടതുപക്ഷ ചിന്താധാരയുമൊക്കെ ആയിട്ട് ജീവിച്ച് അതിനിടയ്ക്ക് എപ്പോഴോ ഈ അരാജകവാദ പ്രവണത അത് നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഈ അരാജകവാദം വന്നത് നെരൂദ, ഖലീൽ ജിബ്രാൻ, ഓഷോ രജനീഷ്, ജിദ്ദു കൃഷ്ണമൂർത്തി ഇവരുടെയൊക്കെ ബുക്കുകൾ വലിയ ഇഷ്ടമായിരുന്നു. ഇവരൊക്കെ പറയുന്ന ഒരു ആദർശം എന്ന് പറയുന്നത് സർവതന്ത്ര സ്വതന്ത്രൻ, അതായത് ഒരു ബോണ്ടേജും ഇല്ലാത്ത ഫ്രീ സോൾ എന്നൊരു കൺസെപ്റ്റാണ് ഇവരൊക്കെ മുന്നേ വെച്ചിരിക്കുന്നത്. അന്ന് ഉത്തരാധുനിക കവിതയൊക്കെ എഴുതലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു കവിതകൾ എഴുതുമായിരുന്നു. അതങ്ങോട്ട് അരാജവാദം വല്ലാതെ വർദ്ധിച്ചിട്ട് ഒരു വ്യവസ്ഥ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെയും മാനിക്കില്ല. അപ്പോൾ അങ്ങനെ വന്ന് കുടുംബം എന്നൊരു കൺസെപ്റ്റ് തന്നെ ഏറ്റവും ശത്രുതാപരമായിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് കണ്ടു. അപ്പോൾ അതും വേണ്ട, മറ്റുള്ള സാധനങ്ങളും വേണ്ട. അത് കൂടി വന്ന് നന്നായിട്ട് ലഹരിയെ ആശ്രയിക്കുന്ന സ്വഭാവം വന്നു. നന്നായിട്ട് ലഹരി, ഒരു താന്തോന്നി ജീവിതം. അങ്ങനെ ഏതായാലും ഡിഗ്രി കഴിഞ്ഞിട്ട് ജേർണലിസത്തിൻ്റെ പഠനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെയും ഈ വിക്രിയ തന്നെ നന്നായിട്ട് തുറന്നിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് എനിക്കൊരു മാറ്റം ജീവിതത്തിൽ സംഭവിച്ചത് അക്കാഡമിയിൽ നിന്ന് തന്നെയാണ് സംഭവിച്ചത്. നമ്മുടെ ഒരു അധ്യാപകൻ അവിടെ പഠിപ്പിക്കാൻ വന്നുകൊണ്ടിരുന്ന കേരളകൗമുദിയിലെ സുജാതൻ മാഷ്, സുജാതൻ സാറ് ക്ലാസ് എടുക്കുന്നതിനിടയ്ക്ക് ചെറിയ രീതിയിലൊക്കെ ഫിലോസഫി പറയും. ആത്മീയതയാണ് അദ്ദേഹം പറയും, ഫിലോസഫി അല്ല, അതേ ആത്മീയത തന്നെ പറയും, ശുദ്ധ ആത്മീയത പറയും. അപ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര എതിർപ്പുണ്ട്, പക്ഷെ ഒന്നും വയ്യാത്തൊരവസ്ഥയാണ്. അത് ഫ്രീ ആയിട്ട് 1-2 തവണ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസം നിത്യദിനേതി വരുന്നുണ്ട് ആലുവയിൽ, എടപ്പള്ളിയിൽ നിത്യദിനേതി വരുന്നുണ്ട്, അദ്ദേഹത്തെ ഒന്ന് കാണുക എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് കാണാം, ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലല്ലോ, സന്യാസികളെന്ന് പറയുന്ന വർഗത്തിനെ കണ്ടിട്ടില്ല. ഒരാകപ്പാട് ഒന്നിനും കൊള്ളാത്ത, ഇങ്ങനെ വേഷവും ധരിച്ച് എവിടെയെങ്കിലും നടക്കുന്ന ഭിക്ഷക്കാരെന്നുള്ള രീതിയിലല്ലാതെ മറ്റൊരു ധാരണയില്ല സന്യാസിയെക്കുറിച്ച്. അപ്പോൾ ഒന്ന് കണ്ടു കളയാം, എന്തെങ്കിലും ആക്രമിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആക്രമിക്കാം, ഇത് ഇത്രയേ ഉള്ളൂ മനസ്സിൽ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാണുന്നത് ഒരു വളരെ മുഴുവൻ നരച്ച ഒരു നല്ല ശരീരമുള്ള ഒരു മനുഷ്യൻ കസേരയിലിരിക്കുന്നു. ബാക്കി 1-2 പേര് കസേരയിലിരിപ്പുണ്ട്, ബാക്കി എല്ലാവരും മണ്ണിലിരിപ്പുണ്ട്, മണലിനകത്ത്. ഇദ്ദേഹം വളരെ സൗണ്ട് വളരെ കുറച്ച് എന്തൊക്കെയോ സംസാരിക്കുന്നു. ഇവർ ചിലരിരുന്ന് കുറിച്ചൊക്കെ എടുക്കുന്നു. ഇതെനിക്ക് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. ഇന്ന് ഈ വളരെ സൈലൻ്റായിട്ട് പറയുന്നത് സംഗതി വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നിട്ട് ചിലരിരുന്ന് എഴുതിയെടുക്കുന്നു. കേട്ടോ, അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ സാധനമൊന്നും അല്ലല്ലോ ഇത്. ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹം വിദ്യാഭ്യാസ പദ്ധതികളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ പുരാണ കഥകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ള കാഴ്ചപ്പാടേ എനിക്കുള്ളൂ. അപ്പോൾ ഇതെല്ലാം ബ്രേക്ക് ചെയ്യപ്പെടുക. വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് പറയുന്നു, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നു. ഇതെല്ലാവരും വളരെ സീരിയസ് ആയിട്ട് എഴുതിയെടുക്കുന്നു. അപ്പം ഞാനും ഇങ്ങനെ സൈലൻ്റായിട്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം കേട്ട് കഴിഞ്ഞിട്ട് പോകാൻ നേരം അദ്ദേഹം അവിടുന്ന് ഒരാൾ എനിക്കൊരു ദൈവം സത്യമോ മിഥ്യയോ എന്ന് പറഞ്ഞൊരു ബുക്കും തന്നു. അത് കഴിഞ്ഞ് പോയി. ഇത് വായിച്ചു കഴിഞ്ഞപ്പം നമ്മളൊന്നും ഒരു നിഷേധി അല്ലെന്ന് മനസ്സിലായി. വാസ്തവത്തിൽ അതിനേക്കാൾ വലിയ നിഷേധിയാണ് നിത്യദിനേതി സ്വാമികൾ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ എന്താണ്, എനിക്ക് തുറന്ന് എതിർക്കുന്നതിന് കുറേ ലിമിറ്റേഷൻസ് തോന്നും.
അർത്ഥമില്ലായ്മ എനിക്ക് തന്നെ ബോധ്യപ്പെട്ടു തുടങ്ങി. അങ്ങനെ കുറച്ചുകൂടി നമുക്ക് വായനയുടെ ഒരു സാധ്യത സീരിയസ് ആയിട്ട് കാണണമെന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ട് ആ സമയത്ത്. യതിയുടെ ബുക്കുകൾ വായിച്ചു. ആ സമയത്ത് ചില രീതിയിൽ എന്തൊക്കെയോ ആ സമയത്ത് ഫിലോസഫിക്കലായിട്ടുള്ള ബുക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി ഒരു 2-3-4 മാസം മാത്രം ഈ പറയുന്ന ജോലി ചെയ്തു. അത് ഹൈദരാബാദിൽ രാഷ്ട്രീയ സഹാറയിലും അതുപോലെ തന്നെ മുംബൈയിൽ ദലാസിഡ് ബിസിനസ് ജേണലിലും പിന്നെ ഡൽഹിയിൽ ഇന്ത്യ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ പത്രത്തിലും. അപ്പോൾ ഇത്രയും ചെയ്തു. പക്ഷേ അതെല്ലാം നമുക്ക് ഈ മദ്യപാനം തന്നെ നമ്മുടെ അരാജകവാദ നിഷേധ സ്വഭാവം കൊണ്ട് ഇതിനുമായിട്ടൊന്നും പൊരുത്തപ്പെടാൻ പറ്റിയില്ല. എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പിന്നെയും കറങ്ങി നടന്ന് അവിടെ നേരെ തമിഴ്നാട് സൈഡിലേക്ക് പോയി. തമിഴ്നാട് സൈഡെന്ന് പറഞ്ഞാൽ അതൊരു യാത്രയായിരുന്നു, ഗംഭീര യാത്രയായിരുന്നു. കൊല്ലത്ത് പോയി ഇറങ്ങിയിട്ട് പിന്നെ നടക്കുക, ട്രെയിൻ ഇറങ്ങിയിട്ട് വെറുതെ നടക്കുകയാണ്. എവിടെയെങ്കിലും ചോദിച്ച് എന്തെങ്കിലും ഭക്ഷണം ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് സ്വാമിയെ. ഉണ്ടാകും. അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന സമയത്ത് അതൊരു നടപ്പായിരുന്നു. അത് 2000-ലാണത്. ഇത് 2000-ലായിരിക്കും ഈ സമയം. ഞാൻ 92-ല് നേരത്തെ കഴിഞ്ഞു. എന്നെ കാണാൻ വേണ്ടി മനോരമയുടെ ഓഫീസിൽ വന്നിട്ടുണ്ട്. ആണോ? അവരോട് ഇങ്ങനെ ഒരാൾ വന്നിട്ട് കാണാം. നോക്കുമ്പോൾ കാഷായ ധരിച്ചിട്ട് ഒരാളാണ്. അതുപോലെ വലിയ ഡെസ്കാ, ഫ്രണ്ടിൽ ഒരാൾ നിൽക്കുക. ഓർക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ അങ്ങനെ നടന്ന് എവിടെയെങ്കിലും വഴി സൈഡിലൊക്കെ കിടന്ന് നടക്കും. കിട്ടുന്നത് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കും. ചായക്കടയിലൊക്കെ ചെന്നിട്ട് മുൻകൂർ തന്നെ പറയും പൈസ ഇല്ല, അതുകൊണ്ടൊരു കട്ടൻ ചായ തരണം. അപ്പോൾ ആ രീതിയിലൊക്കെ കുറേ സഞ്ചരിച്ച് തമിഴ്നാട്ടിൽ ചെന്ന് ഏതായാലും ഭാഗ്യം കൊണ്ട് ഒരു തമിഴ് ഈ വൈകുണ്ഠ സ്ഥാനത്തുള്ള ഒരു സിദ്ധനെ കിട്ടി. അദ്ദേഹം പിടിച്ചെടുത്തുകൊണ്ട് പോയി. അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ദിവസം താമസിച്ച് അദ്ദേഹം വാശിയോഗം, ഈ പ്രാണായാമത്തിൻ്റെ വിദ്യയാണ്, അത് നന്നായിട്ട് ശീലിപ്പിച്ചു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നടന്ന് അദ്ദേഹം നിരന്തരം പഠിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. നമ്മൾ നടക്കുന്ന സമയത്ത് തന്നെ ഓരോ ഇലകളും വേരുകളും ഒക്കെ പറിച്ചും പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതുക്കാകെ ഇന്ന മൂലികെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം ജീവിതത്തിൽ നമ്മൾ അതുമാത്രമല്ല, ഭക്ഷണത്തിൻ്റെ സമയത്ത് തന്നെ എവിടെന്നെങ്കിലും അത് അറേഞ്ച് ചെയ്തിട്ട് വാങ്ങിച്ചു തരും. ഇല്ലെങ്കിൽ വെണ്ടയ്ക്ക പറിച്ച് തരും, കോവയ്ക്ക പറിച്ച് തരും. ഉനക്കൊക്കെ ഷാപ്പിട്, ഇതാണ് അദ്ദേഹം പറയുന്നത്. ലോറിയിൽ വന്ന് നിൽക്കുമ്പോൾ ലോറിയിൽ നിന്ന് പച്ചക്കറി എടുത്ത് തരും, വെള്ളരിക്കയൊക്കെ. ഉനക്കൊക്കെ ഉൻ്റേത്, നീ ഷാപ്പിട്. അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് ആകെപ്പാടെ ഒരു സന്തോഷത്തിലായി. നമ്മളൊരു ഹൃദയം കണ്ടെത്തിയ ഒരു സുഖമായി. ഇദ്ദേഹത്തിൻ്റെ കൂടെയാണെന്ന് നിശ്ചയിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറയാണ് ഇനി മുടിയാതെ തിരുമ്പി പോകണം. എങ്ങോട്ട് പോകണം? നമ്മളെല്ലാം വിട്ടിട്ട് ചാടിയതാണ്. അപ്പോൾ കുടുംബം വേണ്ട, കാരണം അരാജവാദത്തിൽ മൂത്തമാണല്ലോ. ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് ചാടിയതുകൊണ്ട് തിരുമ്പി പോകണം. എങ്ങോട്ട്? അപ്പാവിടെ അമ്മാവിടെ അടുത്തോട്ട്. ആകെപ്പാടെ വിഷമമായി. തിരുമ്പി പോകാൻ സമയം വിടരുത്, ഞാനിവിടെ നിന്നോളാം, സമയുടെ കൈലാസം സൂക്ഷിച്ച് നിന്നോളാം. പറ്റില്ല. இந்த സാധന പണ്ണ വേണമെങ്കിൽ അപ്പാവോടും അമ്മാവോടും ചേർന്നിരുന്ന് ഞാൻ പണ്ണണം. ആ സിസ്റ്റത്തിൻ്റെ വഴിയാണ് ശാവാശിയോഗത്തിൻ്റെ. പിന്നെ ഒരു നിവൃത്തിയില്ല. അദ്ദേഹം തന്നെ ടിക്കറ്റ് എടുത്ത് നാഗർകോവിൽ സ്റ്റേഷനിൽ നിന്ന് കോട്ടയത്തിന് കയറ്റി വിട്ടു. കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളി സൈഡിലാണ് പൂർവാശ്രമം വീടിരിക്കുന്നത്. അച്ഛനും ഒരു ജേർണലിസ്റ്റായിരുന്നു കേട്ടോ, ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ഒരു ജേർണലിസ്റ്റായിരുന്നു. പോൾ അന്ന് ഇംഗ്ലീഷിൽ എന്തൊക്കെ ആർട്ടിക്കിളൊക്കെ എഴുതായിരുന്നു. ഇല്ലേ? അപ്പോൾ അവിടെ നിന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പക്ഷേ എന്താണ് വിഷയം? വീടുമായിട്ടൊന്നും ഒന്നും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ഇത്രയും ഫ്രീ ശ്വാസം വലിച്ചു വെച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നല്ലോ. ശ്വാസം തരുന്ന ഒരു ഫ്രീഡം ഉണ്ടല്ലോ, അത് നമ്മൾ പറയുന്നതിനൊക്കെ അപ്പുറത്താണ്. അത് വീട്ടിലോട്ട് ചെന്നപ്പോഴത്തേന് ആകെ എന്നെ അങ്ങ് ചുരുക്കാൻ തുടങ്ങി. അങ്ങനെ അസ്വസ്ഥമായിട്ട് ഞാൻ വീട്ടിൽ ഈ പറമ്പ് കുറേ ഭൂമിയൊക്കെ ഉണ്ട്, പറമ്പിൽ പോയി വെട്ടുകല്ല് ഇട്ട കുഴികൾ കിടപ്പുണ്ട്. ഇതിനകത്ത് പോയി ഇരിപ്പായി. അപ്പോൾ ഒരു ശല്യമില്ല, ആരും ശല്യം ചെയ്യില്ല. അങ്ങ് താഴോട്ടങ്ങ് പോകും. അവിടെ ആദ്യം കൊണ്ട് കസേര ഇട്ടു, അവിടെ ഇരുന്ന് വായന തുടങ്ങി, സാധനം തുടങ്ങി. പിന്നെ പയ്യെ അതിനകത്തൊരു കട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ ഇറക്കി, ഒരു കട്ടിൽ തന്നെ ഇറക്കിയിട്ട് അതിനൊരു മേൽക്കൂരയൊക്കെ ചെയ്തു. ഇങ്ങനെ പറ്റുന്ന രീതിയിലൊക്കെ ഒരു മേൽക്കൂരയൊക്കെ ഉണ്ടാക്കി ഒരാളെ കൂടെ കൂട്ടിക്കൊണ്ട് അതിനകത്ത് വാസം തുടങ്ങി. നാട്ടുകാർ കിറുക്കനെന്ന് പറയാൻ സാധ്യത. ഭ്രാന്തൻ, ശുദ്ധഭ്രാന്തൻ എന്നാ പറഞ്ഞത്. ഗുരുസ്വാമി എന്നാ പറയുന്നത്. അന്ന് അവിടെ കഴിയുമ്പോൾ എല്ലാവരും നാട്ടുകാരും വീട്ടുകാരും മുഴുവൻ ഭ്രാന്ത് പിടിച്ചു പോയി. ആളിന് ഭ്രാന്ത് പിടിച്ചു പോയി. കാരണം അന്ന് ആരെങ്കിലും എന്നെ കാണാൻ വരുന്നത് എനിക്കിഷ്ടമല്ല. അങ്ങോട്ട് ഇറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല, പൊക്കോണം പറഞ്ഞു ഇവിടുന്ന്. കാരണം സാധനം മാത്രം മുങ്ങി കിടക്കണം, ഒരു മനുഷ്യനെ അടുപ്പിക്കില്ല. അപ്പം ഭ്രാന്തായിപ്പോയി. അങ്ങനെ കുറേ ഒരു 2-2.5 വർഷമാണ് ഞാൻ അങ്ങനെ ഇരുന്നത് അതിനകത്ത് തന്നെ.
അവിടെ തന്നെ പാചകം ചെയ്യും. ഇടയ്ക്ക് ഈ ബന്ധം എന്നാലും അടുത്ത് കിടക്കുകയല്ലേ, അപ്പോൾ അതൊന്നും എങ്ങനെയോ അറിയണം. ഇവർക്ക് ഈ മമത കിടപ്പുണ്ട്, അമ്മയ്ക്കും അച്ഛനും ഒക്കെ. മകൻ അതൊന്ന് ബ്രേക്ക് ആയിട്ട് ഞാൻ സ്വീകരിച്ച വഴി ചിലപ്പോൾ ഞാൻ പാചകം ചെയ്യില്ല. എൻ്റെ ഒരു പാത്രവും കൊണ്ട് ഇവർ പണിക്കാർക്ക് കൊടുക്കുന്ന നടയുണ്ട് വീടിൻ്റെ പുറകിൽ, പണി ചെയ്യുന്നവർ ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ ആ നടയിൽ പോയി പാത്രം കൊണ്ട് വെച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അമ്മ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് ഭക്ഷണം തരും. ഞാൻ ഒന്ന് കഴിച്ചയച്ച് ഒന്നും മിണ്ടാതെ ഞാനങ്ങ് പോകും. അതായത് എനിക്ക് തികച്ചും ഒരു പരിചയമുള്ള ആളുകളല്ല, ഞാനവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നു. ഇങ്ങനെ ഞാൻ ഒന്ന് ട്രീറ്റ് ചെയ്യുന്നത്. അതങ്ങനെ വന്ന് ഏതായാലും അവർക്ക് നന്നായിട്ട് അത് ബോധ്യപ്പെട്ടു. അവർ പിന്നെ മെല്ലെ എന്നെ സ്വാമിന്ന് തന്നെ വിളിക്കുന്ന ഒരു പ്രവണതയിലേക്ക് വന്നു. മോനെ എന്നൊക്കെ മാറി സ്വാമിന്ന് തന്നെ വിളിക്കും. ഇപ്പോഴും എൻ്റെ അമ്മ ഒക്കെ സ്വാമിന്നേ വിളിക്കുകയുള്ളൂ. അന്ന് തുടങ്ങിയതാണ്. അപ്പോൾ ഏതായാലും അവിടുന്ന് അങ്ങനെ ഒരു 2-2.5 വർഷം അവിടെ ഇരുന്ന് സാധനയൊക്കെ ചെയ്ത് അവിടുന്ന് പിന്നെയും ഈ അന്നൊക്കെ കുറേ പേരെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഹൈക്കോടതിയിലൊക്കെ ഉള്ള കുറേ ആളുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അതിലൊരാൾ എൻ്റെ ഒരു ആശ്രമം വേറെ പണിയണമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഒരു 10,000-80,000 രൂപയും പിടിച്ചേൽപ്പിച്ചിരുന്നു. അത് ഞാൻ വീട്ടിൻ്റെ പാരമ്പര്യം സ്വീകരിച്ചാൽ ഞാൻ ആ പാരമ്പര്യത്തിനകത്താവും എന്നുള്ള വാശി കൊണ്ട് സ്വത്ത് വാങ്ങിക്കാതെ നടക്കുന്നതാണ് ഞാൻ. വീട്ടിൽ നിന്ന് സ്വത്ത് കിട്ടും, അത് പൈതൃക സ്വത്ത് വാങ്ങിക്കുമ്പോൾ ഞാൻ പാരമ്പര്യത്തിൻ്റെ ഭാഗമല്ലേ, പാരമ്പര്യത്തെ ഞാൻ സ്വീകരിക്കുകയല്ലേ. അതുകൊണ്ട് പാരമ്പര്യം വേണ്ട, അതുകൊണ്ട് സ്വത്ത് വേണ്ട എന്നും പറഞ്ഞ് നടക്കുന്ന എന്നോടാണ് സ്വത്ത് വാങ്ങിക്കണമെന്ന് പൈസ ഇട്ടിരിക്കുന്നത്. അതവിടെ കിടന്ന് കുറേ കാലം കിടന്ന് കിട്ടുന്നത്. അതങ്ങനെ കിടന്ന് ഞാൻ പിന്നെ ഈ ഹിമാലയത്തിലൊക്കെ പോയി അവിടെ ചെന്ന് കുറച്ച് ഋഷികേശിലും ഉത്തരകാശിയിലൊക്കെ വേദാന്ത പഠനം കൈലാസാശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് അത് കഴിഞ്ഞ് അവിടെ ഉത്തരകാശിയിൽ മംഗളാശ്രമത്തിൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ശങ്കരാനന്ദ സ്വാമി നിർബന്ധിച്ചു, ഗുരുഹരാനന്ദ സ്വാമി മന്ത്രദീക്ഷ തന്നു, ശങ്കരാനന്ദ സ്വാമി സന്യാസം തന്ന് മംഗളാശ്രമത്തിൻ്റെ ചാർജും തന്നു. അവിടെ ഒരു 6-8 മാസം നിന്നു അതിൻ്റെ ഉത്തരവാദിത്വമായിട്ട്. അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്ന് ഇങ്ങനെ അപ്പോൾ എല്ലാവരും ഞാൻ മരിച്ചു പോയെന്നൊക്കെ ചിലർക്ക് ചിന്തയുണ്ടായിരുന്നു. പെട്ടെന്ന് കണ്ട് ഒരു ബന്ധമില്ലല്ലോ, ഒന്ന് ഫോണും വിളിയും ഒന്നും അങ്ങനെ ഒരു സാധനമില്ല. വീട്ടുകാർക്ക് നാട്ടുകാർക്ക് എല്ലാവർക്കും ആർക്കും ഒരു ബന്ധമില്ല. അപ്പോൾ എല്ലാവരും കണ്ടു ഞാൻ മരിച്ചിട്ടില്ല. വീട്ടിൽ ചെന്നപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമൊക്കെ ആയി. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പോകുന്ന സമയത്താണ് ഈ ഒരാളെ ഞാൻ കണ്ടു. അതാണ് അവിടെ ആശ്രമം കെട്ടാനായിട്ട് കാരണമാകുന്നത്. അതായത് ഞാൻ കുഴിയിൽ താമസിക്കുന്ന സമയത്ത് കുറച്ച് പേര് കൂടി ഒരു ജീപ്പിൽ ഒരു തളർന്ന ഒരാളെ കൊണ്ടുവന്നിരുന്നു, പിടിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ വന്നിട്ട് ഇറക്കിയിട്ട് പറഞ്ഞു ഇദ്ദേഹം അവിടെ ഒരു തോട്ടത്തിൽ പണിക്കാരനായിരുന്നു, റബ്ബർ ഷീറ്റ് മേളിലിടുന്നതിൻ്റെ ആ പുകപ്പരയും താഴെ വീണു. ഇദ്ദേഹത്തിൻ്റെ നടുവിനാണ് കിട്ടിയത്, നട്ടലിന് കിട്ടി ക്ഷതം. അപ്പോൾ അത് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ടും ശരിയായിട്ടില്ല. നേരെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ മിന്നൽ വരും, അപ്പോഴേ കുഴഞ്ഞങ്ങ് താഴെ വീഴും. ഞങ്ങൾക്ക് 2 പെൺമക്കളാണ്. അപ്പോൾ ഈ കുട്ടികളെ പഠിപ്പിക്കാനും ഒന്നും ഇപ്പോൾ ഒരു രക്ഷയില്ല, പുള്ളി ആകെപ്പാടെ ബുദ്ധിമുട്ടില്ല. അപ്പോൾ എന്നോട് വന്ന് പറയുന്നത് എന്താണ്, ഞാനിത് ശരിയാക്കി കൊടുക്കണം, എനിക്ക് വല്ലതും അറിയുമോ? ഞാൻ പറഞ്ഞ ഇഷ്ടം എനിക്കൊന്നും അറിയില്ല, എനിക്ക് ചികിത്സയെ അറിയത്തില്ല, ഞാൻ എങ്ങനെ ശരിയെന്ന് സിദ്ധനാണെന്ന് വിചാരിച്ചു. അവർ അങ്ങനെ കരുതി. കാരണം ഇങ്ങനൊരു സിദ്ധനുണ്ടെന്ന് അവർ കേട്ടു. ആ സിദ്ധനെക്കുറിച്ച് അവർ കേട്ടിരുന്നത് എങ്ങനെയാണെന്നറിയോ? കിണറിനകത്താണ് ഒരു സ്വാമി ഇരിക്കുന്നത്. സ്വാമി കിണറിനകത്താണ്, വല്ലപ്പോഴും മാത്രമേ മേളിൽ കയറി വരുള്ളൂ. അപ്പോൾ ഞാൻ വലിയ സിദ്ധനാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനെ പറഞ്ഞിട്ട് എത്ര വന്നിട്ടും സ്വാമി ശരിയാക്കുമെന്നാണ് എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നൊരു സാധനമുണ്ട്, അത് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ഞാൻ പ്രാണായാമത്തിൻ്റെ ദീക്ഷ അവിടെ ഇരുത്തി പഠിപ്പിച്ചു കൊടുത്തു. ഇത് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ മിന്നൽ പണി അങ്ങ് മാറി. പ്രാണായൻ എല്ലായിടത്തും എത്തി, വേറൊന്നും സംഭവിച്ചിട്ടില്ല. പ്രാണായാമം ചെയ്തപ്പം എല്ലായിടത്തും നല്ലപോലെ പ്രാണനെത്തി, വായുവിൻ്റെ സഞ്ചാരം, ബ്ലഡിൻ്റെ സഞ്ചാരം എല്ലാം ക്ലിയറായി. ഇത്രയും സംഭവിച്ചുള്ളൂ. ഞാൻ സിദ്ധനായി. അപ്പോൾ ഇങ്ങനെ വലിയ സന്തോഷം നന്ദിയൊക്കെ പറഞ്ഞ് പോയി. അപ്പോൾ ഈ കക്ഷിയാണ് ഞാൻ കാണുന്നത്. ഈ കക്ഷിയെ കണ്ട് പുള്ളി വലിയ സന്തോഷം സംസാരിച്ചുകൊണ്ടിരുന്നത്. പുള്ളിയുടെ ചെറിയൊരു കുടിൽ പോലൊരു വീടാണ് പുള്ളിയുടെ. അവിടെ കൊണ്ടുപോയിട്ട് സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞു, എന്നോട് ഇങ്ങനെ ഒരാൾ കുറച്ച് പൈസ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഭൂമി എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര കാലമായിട്ട് ഇരിക്കാന്നറിയോ? അപ്പം പുള്ളി സാധ്യത എടുക്കണം, ഒരു ആശ്രമമാണ് നമ്മുടെ അടുത്ത് തന്നെ, ആശ്രമത്തിനടുത്ത് തന്നെ, എൻ്റെ വീടിനടുത്ത് തന്നെ പണിയാം, എനിക്കൊരു ഇച്ചിരി സ്ഥലമുണ്ട്, എന്തേലും നന്നാച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അതാണ് എരുമേലിലുള്ള ആശ്രമം. അവിടെ എന്തേലും തരിക. ഞാൻ ചോദിച്ചൊരു 20,000 രൂപ തരട്ടെ, മതി. 20,000 രൂപ കൊടുത്തു.
എന്നിട്ട് കിട്ടുന്ന പൈസ വെച്ച് അവിടെ നിന്നുള്ളതൊക്കെ വെച്ചിട്ട് ഒരു തല്ലിക്കൂട്ടി അവിടെ ഒരു ആശ്രമം പണിതു. പിന്നെ മെല്ലെ 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 അത് കൂടെ താമസിച്ചിരുന്ന ആൾ അദ്ദേഹമായിരുന്നോ? ഒരു പ്രായമുള്ള ഒരാൾ? ഇല്ല ഇല്ല, അത് വളരെ ശേഷം, അത് വളരെ ശേഷമുള്ള മറ്റേ ആൾ കൂടെ താമസിച്ചില്ല. അപ്പം അങ്ങനെ വിദേശ വനിതകളൊക്കെ വരാറുണ്ടായിരുന്നു ആ സമയത്ത് അല്ലേ? ഉണ്ട്. ഈ വിദ്യ അങ്ങനത്തെ അല്ലേ, പ്രണയമം തുടങ്ങിയ വിദ്യകൾ നമ്മളെക്കാൾ ഇന്ത്യൻസിനേക്കാൾ അധികം ഇപ്പോൾ പാശ്ചാത്യരാണ് ഇത് ശ്രദ്ധിക്കുന്നത്, പ്രത്യേകിച്ച് ഭാഷ്യയോഗമൊക്കെ. അപ്പോൾ അന്ന് എൻ്റെ കൂടെ താമസിച്ച് ആ പരിമിതമായ സൗകര്യത്തിനകത്ത് 4 മാസം വരെ ഒരു ബെൽജിയംകാരൻ താമസിച്ചിരുന്നു. അയാൾ താമസിച്ച് അവസാനം അയാളിപ്പോൾ ഇന്ത്യക്കാരനായി. പുള്ളി ഇവിടെ നാഗാലാൻഡിൽ നിന്ന് കല്യാണം കഴിച്ച് 2 കുട്ടികളുമായിട്ട് ഇപ്പോൾ ഡൽഹിയിൽ ബിസിനസ് സ്ഥാപനം നടത്തിക്കൊണ്ട് ജീവിക്കുക. എന്നെ വലിയ സന്തോഷമാണ്, എപ്പോഴും ബന്ധപ്പെടും. അപ്പോൾ അവിടെ അങ്ങനെ ജീവിച്ച് ആ സമയത്താണ്. അപ്പോഴും പുറത്തുനിന്നും എനിക്ക് കാര്യമായിട്ട് ബന്ധമൊന്നുമില്ല. എനിക്കങ്ങനെ സാമ്പത്തികം അങ്ങനെ കിട്ടാനോ ഭക്ഷണം കഴിക്കാനൊന്നും വലിയ പ്രവൃത്തിയൊന്നുമില്ല. ചില അറിയുന്ന പ്രാണായാമം എൻ്റെ അടുത്ത് നിന്ന് പഠിക്കുന്ന ചിലരുടെ അടുത്ത് നിന്ന് അവരെന്തെങ്കിലും അരി വാങ്ങിച്ചു തരും, നെയ്യൊക്കെ വാങ്ങിച്ചു തരും. ഇതൊക്കെ വെച്ചാണ് ഞാൻ കടന്നു പോകുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ചുറ്റുപാടുള്ള ഹൈന്ദവ സംഘടനകളുടെ ആളുകളൊക്കെ വരികയും അവിടെ ഒരു അമ്പലമുണ്ട്, ആ അമ്പലത്തിൽ ക്ലാസ് എടുക്കണം, കുട്ടികൾക്ക് ക്ലാസ് എടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ അങ്ങനെ അത് ഏറ്റിട്ട് 2.5 വർഷം ആ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. അവിടെ എടുത്ത് അവിടുന്ന് പ്രഭാഷണങ്ങൾക്കൊക്കെ ക്ഷണിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോരുത്തരടുത്ത് പോയി ഞാൻ ഇങ്ങനെ ഒരു സന്യാസി ആയിപ്പോയി. അല്ലാതെ ഞാൻ ഒരു ഇൻറ്റൻഷനും ഉണ്ടായിരുന്നില്ല, ഒരു ഇൻറ്റൻഷനും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ നിരീശ്വരവാദിയും അരാജകവാദിയും നിഷേധിയും മണ്ഡലത്തിന്റെ സെക്രട്ടറി മാറി, ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയിട്ട് മാറി. അത് എൻ്റെ ഇതുണ്ടാക്കിയ സാധന ഉണ്ടാക്കിയ ഒരു ഡിസിപ്ലിനുണ്ട്, സാധന മാത്രം ഉണ്ടാക്കിയ ഡിസിപ്ലിൻ. ആ സാധനയിൽ കൂടി എൻ്റെ വഴിയിൽ ഞാൻ പിന്തുടർന്നുകൊണ്ടിരുന്ന അരാജകവാദം, അതുപോലെ തന്നെ അതിൻ്റെ സ്വഭാവങ്ങൾ, ഈ ലഹരി ഉപയോഗിക്കൽ, ഇതെല്ലാം എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി കളഞ്ഞു. ഞാൻ ഉപേക്ഷിച്ചില്ല, ഇവന്മാരെന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. ഈ സാധനയുടെ മാത്രം സിസ്റ്റത്തിൻ്റെ മാത്രം ഭാഗമാണ്. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ ആയിട്ടുള്ള ഡിസിപ്ലിൻ ഞാൻ എല്ലാ മേഖലയിലും സൂക്ഷിക്കുന്നുണ്ട്. ഇന്നേ വരെയും ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക കാര്യത്തിലോ മറ്റ് പെണ്ണ് വിഷയത്തിലോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഒരിടത്ത് തന്നെ താമസിച്ച മനുഷ്യനാണ് ഞാൻ. 24 വർഷം 25 വർഷത്തോളമാണ് ഒരു സ്ഥലത്ത് ഞാൻ താമസിച്ചത്. ഒരു അപവാദവും ഒരു ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അപ്പോൾ അത് നമ്മുടെ ഹിന്ദു സമാജം വീക്ഷിക്കുന്നുണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സമാജം എൻ്റെ അടുത്ത് നിരന്തരം ബന്ധപ്പെടുകയും ഈ സന്യാസിമാരുടെ കൂട്ടായ്മയിലൊക്കെ പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ മാർഗദർശന മണ്ഡലത്തിൻ്റെ മീറ്റിങ്ങുകളിൽ കൊണ്ടുപോയി. അങ്ങനെ മെല്ലെ ഞാനതിൻ്റെ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു. ഈ മാവേലിക്കര ഉമ്മർനാട് ആശ്രമത്തിൽ അതുപോലെ എത്തുന്നതും അവിടുത്തെ പദ്ധതികളൊക്കെ ഒന്ന് പറയാമോ? ഉമ്മർനാട് ആശ്രമം വാസ്തവത്തിൽ കേരളത്തിലെ തന്നെ ഏറ്റവും മുഖ്യമായ ഗുരുസ്ഥാനമായിട്ട് മാറേണ്ട ആശ്രമമാണ്. കാരണം അവിടെയുള്ള അത് 3 സമാധികളാണ് അവിടെ. അതിലെ പ്രധാനപ്പെട്ട സമാധി എന്ന് പറയുന്നത് ഈ നരസിംഹ കുഷ്മാണ്ഡ സ്വാമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കുഷ്മാണ്ഡ സ്വാമി നരസിംഹ എന്നുള്ളത് ചേർത്തതാവാം പിൽക്കാലത്ത്. അദ്ദേഹത്തിനോട് പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കുഷ്മാണ്ഡനാണെന്ന് പറയുമായിരുന്നു. അത്ര വൈരാഗ്യമുള്ള ആളായിരുന്നു. ഞാനൊരു കുഷ്മാണ്ഡനാണ്. അങ്ങനെ കുഷ്മാണ്ഡ സ്വാമി എന്നാണ്, കോമ്പൈ സ്വാമിയുടെ ശിഷ്യനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ കുഷ്മാണ്ഡം എന്നുള്ളതിന് ഹിരണ്യഗർഭം എന്നുണ്ട് അർത്ഥം. ഇതിലേത് അദ്ദേഹം ഉദ്ദേശിച്ചെന്ന് അറിയില്ല. ഹിരണ്യഗർഭം എന്നുണ്ട്, അപ്പോൾ ഈശ്വരനാവും. അപ്പോൾ ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്, പഴയ നമ്മുടെ കേരളത്തിൻ്റെ മദ്രാസി ഭാഗം. അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ കോമ്പൈ സ്വാമിയുടെ ശിഷ്യനാണ്. കോമ്പൈ സ്വാമി വലിയ സിദ്ധനാണ് തമിഴ്നാട്ടിൽ. ഇവിടെ അധ്യാപകനായിട്ടാണ് മാവേലിക്കര ചെന്നിത്തല സ്കൂളിൽ അധ്യാപകനായിട്ടാണ് വന്നത്. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം ഇവിടെ ഈ മാവേലിക്കര പ്രദേശത്തൊക്കെ പലയിടത്തും ഇങ്ങനെ ഇരിക്കുന്നത് പലരും കണ്ടിട്ടുണ്ട്. ചിലരൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുകയും അദ്ദേഹത്തിനോട് ഉപദേശങ്ങൾ ചോദിക്കുകയും ചിലർക്ക് ചില അനുഭവങ്ങളൊക്കെ വന്നു. അങ്ങനെ വന്ന് അദ്ദേഹത്തിന് കുറേ പേര് അവിടെ ഭൂമിയൊക്കെ കൊടുത്തു, ഒരുപാട് ഭൂമി കൊടുത്തു പലയിടത്തായിട്ട്. പിന്നെ രാജാവ് തന്നെയാണ് അവിടെ കല്ലൊക്കെ ഇറക്കി കൊടുത്തു ആശ്രമം പണിയാനായിട്ട്. ഇതെല്ലാം പണിത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 37ാമത്തെ വയസ്സിൽ ഇദ്ദേഹം എല്ലാവരെയും വിളിച്ചു കൂട്ടി, ആ നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ചു കൂട്ടി, കുറച്ച് സന്യാസിമാരെയും വിളിച്ചു കൂട്ടിയിട്ട് എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തു. കയറി അവിടെ ഇരുന്ന് വെച്ച് അങ്ങ് സമാധിയായി. അതായത് 37ാമത്തെ വയസ്സ്. എന്തൊരു വൈരാഗ്യം ഉണ്ടായിരുന്നതെന്ന് ചിന്തിച്ച് നോക്കുക. വളരെ നല്ല ഫിറ്റായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബോധത്തിലും ശരീരത്തിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പുരുഷനാണ് ഇത് വേണ്ട, ഇതുകൊണ്ട് അർത്ഥമില്ല എന്ന് പറഞ്ഞ് സമാധിയിലേക്ക് നീങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരു ഗുരുസ്ഥാനമാണ് അവിടെ കിടക്കുന്നത്. പക്ഷേ അതിന് ശേഷം ഒരു 50 വർഷത്തോളം, അദ്ദേഹത്തിന് കാലശേഷം 50 വർഷത്തോളം അത് വളരെ ഭംഗിയായിട്ട് പോയി. നാട്ടുകാരുടെ മുഴുവൻ കേന്ദ്രമായിരുന്നാണ് പറയുന്നത്.
എല്ലാവരും അവിടെ തന്നെയായിരുന്നു. പല പിള്ളേരും കുട്ടികളും വളർന്നത് തന്നെ അവിടെയാണ്. അപ്പോൾ നാട്ടുകാരുടെ എല്ലാവരും കേന്ദ്രമായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് അത് ഈ കുടുംബക്കാരെല്ലാം ട്രസ്റ്റും അങ്ങനെയെല്ലാം കുടുംബക്കാരുടെ സ്വാധീനം അതിനകത്ത് കൂടുതലായിട്ട് വന്നു. നാട്ടുകാരിൽ പലരും അതിൽ നിന്ന് അകന്നു പോകുന്ന സാഹചര്യം വന്നു. അങ്ങനെ വന്ന് സന്യാസിമാരും ഒന്നും ഇല്ലാതൊക്കെയുള്ള ജീവിതം കുറച്ച് ആശ്രമത്തിന് കടന്നു. അതിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. ബാക്കി എല്ലാം നോർമലാണ്. എനിക്ക് തോന്നുന്നു ഏത് അരാജകത്വത്തിൻ്റെ ഏത് പടുകുഴിയിൽ വീണ ഒരാൾക്കും ആത്മീയതയുടെ ഉന്നത ശൃംഗങ്ങളിലേക്ക് കടന്ന് എത്താം എന്നാണ് സത്സ്വരൂപാനന്ദ സ്വാമിയുടെ ഈ ജീവിത അനുഭവ പറച്ചിൽ, പൂർവാശ്രമത്തിൽ നിന്ന് സന്യാസത്തിലേക്കുള്ള യാത്രയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പ്രധാന പാഠം തോന്നുന്നു. ഇനി നമുക്ക് ഉള്ളത് ഇന്ന് ഭാരതീയ സന്യാസ സംവിധാനത്തിൽ വളരെ ഉന്നതമായ ഒരു പദവിയിലേക്ക് കേരളീയ പൊതുസമൂഹമെങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു മിന്നൽ പോലെ കടന്നു വന്ന് പെട്ടെന്ന് വാർത്തയിലും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ പൊതുചിന്തയിലേക്ക് കടന്നു വന്ന ജുന അഖാഡ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതിയാണ്. അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമകാലം എനിക്ക് തോന്നുന്നു കൂടുതൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിന് ഒരു SFI കാലം, DYFI കാലം, CPM കാലമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടെ ഒന്ന് പറഞ്ഞു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ജന്മസ്ഥലം ചാലക്കുടിക്കടുത്ത്, തൃശ്ശൂർ ചാലക്കുടിക്കടുത്ത് കാടുകുറ്റി അന്നനാടാണ്. സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ അവിടെ തന്നെയായിരുന്നു. പ്രീ ഡിഗ്രി ക്രൈസ്റ്റ് കോളേജ്. അന്നൊരു ശാസ്ത്രജ്ഞനാവാം എന്നൊക്കെയായിരുന്നു ചിന്ത. അതുകൊണ്ട് സയൻസ് ഗ്രൂപ്പൊക്കെയാണ് എടുത്തിരുന്നത്. പിന്നെ ആ സമയത്ത് തന്നെ ക്യാമ്പസ് തിയേറ്റർ അങ്ങനെയുള്ള നാടകം കാര്യങ്ങളൊക്കെ. പിന്നെ അവിടെ നിന്ന് കേരളോർമയിൽ അവിടെ ഡിഗ്രി ആയപ്പോഴേക്കും അതിൻ്റെ ഒരു ഡയറക്ഷൻ മാറി, പൊളിറ്റിക്കൽ സയൻസായി സബ്ജക്റ്റ്. അവിടെ ചെയർമാനോ UUC എന്തോ ആയിരുന്നു? ഇല്ല, ഇലക്ഷനിൽ മത്സരിക്കില്ല. മാഗസിൻ എഡിറ്ററായിട്ടൊരു തവണ മത്സരിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ സംഘടന ചുമതലകളിലായിരുന്നു. പിന്നെ ഞാൻ ക്രൈസ്റ്റിലുള്ള സമയത്ത് ഞാൻ SFIയുടെ അവിടുത്തെ ഏരിയ ഭാരവാഹിയായിരുന്നു. പിന്നെ തൃശ്ശൂർ വന്നു. അവിടെ യൂണിറ്റ് സെക്രട്ടറി, ഏരിയ ഭാരവാഹി, ജില്ലാ ഭാരവാഹി എന്നുള്ള രീതികളിലൊക്കെ തൃശ്ശൂർ പ്രവർത്തിച്ചു. ഡിഗ്രിയും PGയും കേരളോർമയിലായിരുന്നു. അതിനുശേഷം പ്രസ് അക്കാഡമിയിൽ ജേർണലിസം ചെയ്യുന്നതിന് വേണ്ടി വന്നു. മാതൃഭൂമിയിൽ കുറച്ചു കാലം ജേർണലിസ്റ്റായിട്ട് പ്രവർത്തിച്ചു. PRDയിലും ഈ പ്രസ് അക്കാഡമിയിൽ തന്നെ അക്കാഡമിയുടെ ഒരു മാസിക മീഡിയ എന്ന് പറയുന്നൊരു മാസിക, അതിൻ്റെ എഡിറ്റോറിയൽ ചുമതലയിൽ ഇരുന്നു. പിന്നീടാണ് ഇങ്ങനെയുള്ളൊരു ഈ PRDയിൽ ജോലി ചെയ്ത് മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്നതിന് മുമ്പേ അല്ലേ? അല്ല, മാതൃഭൂമി കഴിഞ്ഞ്. അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസറായിട്ട്. അല്ല, മീഡിയയുടെ എഡിറ്ററായിട്ട്, എഡിറ്റോറിയൽ ചുമതല. അപ്പോൾ അത് ഇതിൽ അക്കാഡമി എന്നുള്ളത് പോലെ തന്നെ ഇപ്പോൾ സംസാരിക്കുമ്പോൾ നിത്യജൈനീയതയും ഞങ്ങളെ കൂട്ടി നടക്കുന്ന ഒരു കണ്ണിയാണെന്ന് തോന്നുന്നു. കാരണം ഏതാണ്ട് സ്കൂൾ കാലത്തൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ് സമയത്താണ് നമുക്ക് ഈ സ്വാമിജി പറയുന്നത് പോലെ നമ്മൾ യുക്തിവാദത്തിലേക്കൊക്കെ തിരിയുന്നൊരു സമയം. അപ്പോൾ അത് ആ സമയത്ത് നമുക്ക് കുടുംബാന്തരീക്ഷവും എല്ലാവരും വീട്ടിൽ ക്ഷേത്രവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. സ്വന്തമായിട്ട് കുടുംബത്തിൻ്റേതായിട്ടുള്ള ക്ഷേത്രമുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് ഈ ചിന്തകളുടെ ഭാഗമായിട്ട് ഇതിനകത്തൊക്കെ ഒരു അയുക്തി തോന്നുന്നതാണ്. അപ്പോൾ അങ്ങനെ അയുക്തി തോന്നുന്നൊക്കെ സമയത്താണ് യതിയെ വായിച്ചും പത്രങ്ങളിലും അങ്ങനെയൊക്കെയുള്ള വായനയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അഡ്രസ്സ് എവിടെ നിന്നോ കിട്ടിയിട്ട് ഇങ്ങനെ കത്തയക്കുകയാണ്, ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ്. കാരണം എനിക്കങ്ങനെ ദൈവത്തിനൊന്നും വലിയ വിശ്വാസമൊന്നും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് യതിക്ക് കത്തയക്കുന്നത്. അപ്പോൾ ഒരു കാർഡിൽ മറുപടി വരികയാണ്. അപ്പോൾ ഞാനിങ്ങനെ സ്കൂളിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ സ്കൂളിൽ പഠിക്കുകയാണല്ലോ, അപ്പോൾ പഠനത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കൂ, അങ്ങനെ ഒരു ഇതിലൊക്കെ എത്തിച്ചേരൂ, ദൈവത്തിൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും, അങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഇടതുപക്ഷ സംഘടനാ പ്രവർത്തനത്തിലേക്കൊക്കെ എത്തുമ്പോഴും ഈ പറഞ്ഞ പോലെ ഫേൺ ഹില്ലൊക്കെ പോവുക. കാരണം അത് നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം ഈ ഒരു ഏത് വഴിക്ക് പോകുന്ന ആളുകൾക്കും ചെല്ലാവുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇടതുപക്ഷക്കാരെ സമ്മതിക്കോ പോകാൻ? അല്ല, അവിടെ ഈ യതിയുടെ ആശ്രമത്തിൽ പൊതുവിൽ അങ്ങനെ ഇടതുപക്ഷത്തിന് സ്വീകാര്യനായിരുന്നിട്ടുള്ള അതിലൊരു അവിടെ അതായത് അങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ തരത്തിൽ വഴിവിട്ട് പോകുന്ന ആളുകളൊക്കെ ചെല്ലുന്ന കയറുന്ന. അപ്പോൾ ഈ കഴിഞ്ഞ അവിടെയാണെങ്കിലും യതിയുടെ സമാധി വാർഷികത്തിന് ഫൺ ഹില്ല് അവിടുത്തെ മുഖ്യാതിഥിയായിട്ട് പോകാനുള്ള ഒരു ഇതുണ്ടായി. ഇപ്പോഴും അവിടെ ചടങ്ങൊരു ഭാഗത്ത് നടക്കും, ഒരാൾ അവിടെ നിന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കും, വേറെ ആൾ പുറത്ത് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും, വേറെ ആൾ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോരുത്തരും ഓരോരോ കാര്യങ്ങളിൽ അങ്ങനെ ഇപ്പോഴും അങ്ങനെയുള്ള രീതിയിലുള്ളൊരു സ്ഥലമാണല്ലോ നിത്യചൈതന്യതയുടെ ഒരു സ്ഥലം എന്ന് പറയുന്നത്.
അപ്പം അങ്ങനെ ഗുരുവിൻ്റെ അവിടെയൊക്കെ ഇടയ്ക്ക് പോകും. അതൊക്കെ മുക്താനന്ദ സ്വാമിജിയൊക്കെ ആധ്യാത്മിക തരത്തിലുള്ള ചർച്ചകളോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ നമ്മളെന്തെങ്കിലും മറ്റുള്ള ചർച്ചകളോ മറ്റുള്ള വിഷയങ്ങളോ ഒക്കെ സംസാരിച്ച് പോകുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു സന്യാസമായിട്ടുള്ളൊരു ബന്ധം വരുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് വരുന്നതിൻ്റെ ഒരു തുടക്കം ഗുരുവാണ് എന്നുള്ളൊരു ബന്ധം കൂടി ഇതിൻ്റെ ഇടയിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് പിന്നെ കേരളവർമ്മ കോളേജിലാണ് കുറച്ചുകൂടി കൂടുതലായിട്ടുള്ളൊരു സംഘടനാ പ്രവർത്തനം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഇന്ന് നമ്മുടെ വലിയ വലിയ പദവികളിലേക്ക് ഇരിക്കുന്ന പലരും അന്നത്തെ സഹപ്രവർത്തകരാണ് അല്ലേ CPM? അതെ. ഇപ്പം MP രാജേഷ്, P രാജീവൊക്കെ ഞങ്ങൾ സമകാലികരായിട്ട് SFIയിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. അവരുമായിട്ടൊക്കെ ഇപ്പോൾ ബന്ധമുണ്ടോ? എപ്പോഴും എന്തെങ്കിലും, ഞാൻ പണ്ടും ഇപ്പോഴും ഒക്കെ ആരുമായിട്ടും അങ്ങനെ ഒരു തുടർച്ചയായിട്ട് എപ്പോഴും ബന്ധപ്പെടുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളുകളല്ല. എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ ആ സമയത്ത് ബന്ധപ്പെടും എന്നുള്ള ഒരു ഇതിൽ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഉള്ളൊരു ബന്ധം അന്നുള്ള പോലെ തന്നെ ഇന്നും തുടരുന്നത് എന്താണ്. ഈ സംഘടനാ രംഗത്ത് വന്ന് അതിൻ്റെ ആ ഒരു സമയത്തൊക്കെ ഇടതുപക്ഷത്തിൽ വിഭാഗീയതയും വളരെ സജീവമായിട്ടുള്ള ഒരു സമയമായിരുന്നു. എന്നൊക്കെ നമ്മൾ VS ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായിട്ടുള്ള ഒരു സമയമായിരുന്നു. പാലക്കാട് സമ്മേളനം അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ. സെക്രട്ടറി ആയിട്ട് വരുന്ന സമ്മേളനം അല്ലേ? ആ സമ്മേളനത്തിൽ ചടയനായിരുന്നു സെക്രട്ടറി. ചടയൻ്റെ മരണത്തോടു കൂടിയിട്ടാണ് പിണറായി സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത്. അതിൽ ചടയൻ തന്നെയായിരുന്നു സെക്രട്ടറി ആയിട്ട് തുടരുന്നൊരു സംഗതി ഉണ്ടായിരുന്നു. അതിലാണ് ഈ VS വിഭാഗം പാർട്ടി പിടിക്കുന്നു എന്ന് പറയുന്നത്, പിന്നെ ഈ CITU ആളുകളെ മുഴുവൻ വെട്ടി നിരത്തുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ആ ഒരു സമ്മേളനത്തിൽ. VS പിണറായി ഒരുമിച്ചാണ് അല്ലേ? അന്ന് VS പിണറായി ഒരുമിച്ചാണ്. പിൽക്കാലത്ത് ഈ ലാവ്ലിൻ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് അന്ന് ബാലാനന്ദ അദ്ദേഹം VS പക്ഷത്തേക്ക് വരുന്നതും KN രവീന്ദ്രനാഥ് തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് വരുന്നതും ഇവർ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പം അങ്ങനെ കേരളോർമ്മയിൽ നിന്ന് വിഭാഗീയതയും എല്ലാ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത്, അതിന് പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ഒരു സമയത്താണ് സംഘടനാ പ്രവർത്തനം ഔദ്യോഗികമായി അവസാനിപ്പിച്ചിട്ടാണ് പ്രസ് അക്കാഡമിയിൽ വന്ന് ജേർണലിസം പഠിക്കുന്നത്. കാരണം അതൊരു ഗ്രൂപ്പിൽ നിന്ന് ഗ്രൂപ്പുകളിലേക്ക്, അതിനകത്ത് 2-3 ഗ്രൂപ്പുകൾ അങ്ങനെയൊക്കെ ഉള്ളൊരു പോക്ക് തുടങ്ങിയിരുന്നു. അപ്പോൾ അത് അവിടെ നിർത്താം എന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഒരു സമ്മേളനത്തിൽ തന്നെ ചുമതലകളെല്ലാം ഒഴിഞ്ഞിട്ടാണ് പ്രസ് അക്കാഡമിയിൽ ജേർണലിസത്തിന് ചേരുന്നത്. ജേർണലിസം കഴിഞ്ഞ് മാതൃഭൂമിയിൽ ജോലിയായി. ആ സമയത്ത് ഒന്ന് മുക്താനന്ദ സ്വാമി പറഞ്ഞതുപോലെ ധാരാളം യാത്രകൾ പണ്ട് തൊട്ടേ ഉള്ളൊരു ഇതാണ്. കൂടുതൽ നോർത്തിലേക്കാണ്. അപ്പോൾ ഈ നോർത്തിലേക്ക് യാത്ര ചെയ്യുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളില്ല, 2 താമസ സൗകര്യങ്ങളില്ല, ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമില്ല. നമ്മൾ ഇന്ന് ഇല്ലാത്തൊരു കാലത്തെക്കുറിച്ച് ആളുകൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത ATM അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ താമസത്തിനും ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള ആശ്രമങ്ങളാണ് പല സ്ഥലത്താണെങ്കിലും. അതെവിടെയാണെങ്കിലും നമുക്കൊരു 2 ദിവസം താമസിക്കാനോ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനോ. അപ്പോൾ നമ്മൾ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആളാണ് അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ആളാണെന്ന് തുറന്ന് പറയുമ്പോൾ പോലും അവിടെയൊന്നും യാതൊരു പ്രശ്നമില്ല. എന്താ, ഒരു 2 ദിവസം നിൽക്കാം, ഭക്ഷണം കഴിക്കാം. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ സാമാന്യമായ മര്യാദയുണ്ട്. നമ്മൾ അവിടുത്തെ കാര്യങ്ങളിലൊക്കെ അവിടെ ഉള്ള സമയത്ത് അവിടുത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളൊന്ന് സഹകരിക്കും. അത് ചില സമയത്ത് നമ്മുടെ കൂടെ യാത്ര, ഇപ്പോൾ നമ്മൾ ഹരിദ്വാറിൽ നിന്നിട്ട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ പ്രായമായിട്ടുള്ള ചില സ്വാമിജിമാരൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പോകണമെന്നുണ്ട്, ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടാകുമെന്ന് കാത്തിക്കുകയാണ്. അപ്പോൾ അവർ കൂടെ വരും, അവർ ഈ വിഷയങ്ങൾ സംസാരിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു ബന്ധമുണ്ട്. ഞാൻ കുംഭമേള ആദ്യമായിട്ട് കാണുന്നത് 2001. അത് അന്ന് സമരം, വലിയ ശക്തമായിട്ടുള്ള സമരം നടക്കുമ്പോൾ നിരന്തരമായിട്ട് നേതൃത്വത്തിലുള്ള ആളുകൾക്കെതിരെ ധാരാളം കേസുകൾ ചാർജ് ചെയ്യപ്പെടും. അതൊക്കെ നോൺ ബെയിലബിൾ ആയിരിക്കും. കാരണം അപ്പോൾ കുറച്ച് കാലം റിമാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരതിൽ നിന്നൊന്നും മാറി നിൽക്കും എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അതിന് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഹൈക്കോടതിയിൽ മൂവ് ചെയ്യുന്ന സമയത്ത് പോലീസ് തന്നെ ഒരു കുറച്ച് കാലത്തേക്കൊക്കെ ഒന്ന് മാറി നിന്നാൽ ഞങ്ങൾക്ക് ഇത്തിരി സൗകര്യമായിരുന്നു എന്നുള്ള ഒരു. അപ്പോൾ എല്ലാവരും അന്നൊന്നും മൊബൈലോ മറ്റു ട്രേസിങ്ങോ ഒന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് നിൽക്കുന്ന സ്ഥലത്ത് നിന്നൊന്ന് മാറി അപ്പുറത്ത് നിന്നാൽ മതി. ഇപ്പോൾ നമ്മൾ പാർട്ടി ഓഫീസിൽ താമസിക്കുന്നു, അപ്പോൾ അത് മാറിയിട്ട് ഏതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നിന്നാൽ മതി, കോളേജ് പഠിക്കുന്ന കുട്ടികളുടെ വീട്ടിലൊക്കെ. പക്ഷേ ഒന്ന് ചെറിയൊരു വാർത്ത കാണുകയാണ്, പ്രയാഗ്രാജ് കുംഭമേള ഇന്ന ദിവസം തുടങ്ങും. ഒരു സിംഗിൾ കോളം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സിംഗിൾ കോളം 3 സെൻറ്റിമീറ്റർ വാർത്തയാണ്. അന്നത്തെ കുംഭമേളയുടെ വാർത്തയുടെ വലിപ്പം അതാണ്. അപ്പോൾ എന്നാൽ പിന്നെ അങ്ങോട്ട് പോയാലെന്താ. അപ്പോൾ നേരെ ആ ട്രെയിനിൽ കയറി. അങ്ങനെ അന്ന് നേരിട്ട് ട്രെയിൻ ഉണ്ടായിരുന്നോന്ന് അറിയില്ല, പക്ഷേ കയറിയത് ഇറ്റാർസി ചെന്നിട്ട് വേറെ ട്രെയിനിൽ കയറിയിട്ടായിരുന്നു. അപ്പം അങ്ങനെ രാത്രി പ്രയാഗ്രാജിലെത്തുന്നു. അവിടെ ധാരാളം വെളിച്ചം, എല്ലാ ബഹളവും നടക്കുന്നു, എന്തൊക്കെയോ ബഹളം നടക്കുന്നു.
നമ്മൾ എണ്ണിയാ തീരാത്തത്ര ആളുകൾ. അന്ന് തൃശ്ശൂർ പൂരമൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ജനക്കൂട്ടം. അപ്പോൾ ഇത് ഓരോ സ്ഥലവും ഓരോ തൃശ്ശൂർ പൂരമാണ്. അവിടെ ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ ഭക്ഷണം ഒരുപാട് വിളിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിക്കണം. പിന്നെ ഈ ശിബിരങ്ങളിൽ അന്ന് നമുക്കറിയില്ല, ഈ ശിബിരങ്ങളിൽ ചെല്ലാം അവിടെ നമുക്കൊക്കെ താമസ സൗകര്യം തരുന്നത് നമുക്കറിയില്ല. അപ്പോൾ എങ്ങനെയാണ് കിടന്നുറങ്ങാൻ നോക്കുമ്പോൾ കുറേ പേരിങ്ങനെ ക്യൂ നിന്ന് 2 കെട്ട് വൈക്കോലും കുറേ ചാണകവിരലും കൊണ്ടുപോകുന്നുണ്ട്. ഇവരിത് എന്ത് ചെയ്യണമെന്ന് നോക്കുമ്പോൾ ഇവർ ചെല്ലുന്നു, മറ്റേ പുല്ലുകെട്ട് വിരിക്കുന്നു. വൈക്കോലല്ല, അവിടുത്തെ ഒരു പുല്ലാണ്, വൈക്കോലിൻ്റെ അത്രയും വലിപ്പമുള്ള പുല്ലാണ്. അത് നിലത്ത് വിരിക്കുന്നു, അതിൻ്റെ മീതെ ഒരു ഷീറ്റ് വിരിക്കുന്നു, ഈ ചാണകവിരൽ കൂട്ടിയിട്ട് പുകയ്ക്കുന്നു. നല്ല തണുപ്പാണല്ലോ. അപ്പോൾ അവിടെ കിടക്കുന്നു. അന്ന് 5 രൂപയാണ് ഇത്രയും കാര്യങ്ങൾക്ക്. 2 കെട്ട് പുല്ലും കിട്ടും, 2 ഇതിലേക്ക് കോർത്തിട്ടുള്ള ചാണകവിരലയുടെ 2 കെട്ടും കിട്ടും. അവിടെ ചെന്ന് അത് വാങ്ങി ഇതുപോലെ അവിടെ നിൽക്കുന്നു. രാവിലെ ഗംഗയിൽ കുളിക്കുന്നു, ഭക്ഷണം എല്ലായിടത്തുനിന്നും കിട്ടുന്നു. ചില സ്ഥലത്ത് ഇന്ന് അറിയാം, ചില സ്ഥലത്ത് കഥ നടക്കുന്നു, ചില സ്ഥലത്ത് ബാലെ നടക്കുന്നു, ചില സ്ഥലത്ത് പ്രഭാഷണം നടക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. അത് കണ്ടൊരു 5-6 ദിവസം അവിടെ നമ്മൾ ചുറ്റി നടന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ BHUവിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നൊരു സമയമായിരുന്നു. നേരെ കാശിയിലേക്ക് പോയി. പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ചു വന്നു. അങ്ങനെ 2001. അപ്പോൾ അത് നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് ഒരു ഭാരതം മുഴുവൻ നമ്മളൊരു സ്ഥലത്ത് കാണുകയാണ്. എല്ലാ തരത്തിലുള്ള ഭക്ഷണം, എല്ലാ തരത്തിലുള്ള വേഷങ്ങൾ, ഓരോ സ്ഥലത്തു നിന്നുള്ള ഭാഷകൾ. അപ്പോൾ അതിൽ ഈ ഭാരതത്തെ അറിയാൻ ഇത്രയും ഒരു സ്ഥലം വേറെ ഇല്ല. പിന്നെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തും ഇപ്പോൾ അവർ പറയും അങ്ങോട്ട് വരികയാണെങ്കിൽ ഞങ്ങളുടെ അവിടേക്ക് വരൂ എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞ അഡ്രസ്സൊക്കെ തരിക. അതൊക്കെ കഴിയുമ്പോൾ അപ്പോൾ നമുക്കിത് നമ്മുടെ യാത്രകൾക്കൊക്കെ സഹായകരമാകുന്നതും ഭാരതത്തിനെ അറിയാനുള്ളൊരു വലിയ കേന്ദ്രം. പിന്നെ അതിന് തുടർന്ന് എല്ലാ കുംഭമേളകളും നമ്മൾ ഈ വിശ്വാസവും മറ്റുള്ള കാര്യങ്ങളൊന്നും ബന്ധമില്ലെങ്കിലും നമ്മൾ അന്വേഷിച്ച് പോകലും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ അതിനുശേഷം മാതൃഭൂമിയിൽ പത്രപ്രവർത്തനം നടക്കുന്ന സമയത്ത് നമുക്ക് ആധ്യാത്മിക പരിപാടികൾ റിപ്പോർട്ട് ചെയ്യാൻ വേണം. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് നമ്മൾ സാധാരണഗതിയിൽ ഇത്തരം ഇതൊക്കെയെന്ന് പറയുന്നത് സംഘാടക സമിതി റിലീസ് തരും. അതിൻ്റെ തുമ്പും വാലുമൊക്കെ വെട്ടിക്കളഞ്ഞ് ഏതാണ്ട് അച്ചടിക്കാവുന്നൊരു പരുവത്തിലേക്ക് ആക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൻ്റെ പൊതുവിലായിട്ടുള്ള റിപ്പോർട്ട്. അത്ര വലിയ പരിപാടി അല്ലെങ്കിൽ അത്രേ സാധ്യമാവുള്ളൂ. ഒരുപാട് തിരക്കുകളും ചെറിയ സ്റ്റാഫും ഒക്കെ ഉള്ള സംഗതി. പക്ഷേ ഇതിൽ നമുക്ക് ഈ അറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും എഴുതാനുള്ളൊരു താല്പര്യക്കുറവുകൊണ്ട് സമയം കണ്ടെത്തി അത്തരം കാര്യങ്ങൾക്കൊക്കെ പോവുക. അപ്പോൾ പോകുമ്പോൾ അങ്ങനെ പോവുകയും ഈ യാത്രകളിൽ സന്യാസിമാരുടെ ഒരു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംസാരവും കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മൾ അതുവരെ പ്രസംഗിച്ചതല്ല ആധ്യാത്മികതയിൽ അല്ലെങ്കിൽ ഭാരതീയമായിട്ടുള്ള വാങ്മയത്തിൻ്റെ അർത്ഥം. നമ്മൾ ഒരു കാലത്ത് കോളേജിലും നാട്ടിലുമൊക്കെ പ്രസംഗിച്ച കാര്യങ്ങളല്ല, അതിന് വിശാലമായിട്ടുള്ള തലങ്ങൾ മറ്റൊന്നാണ് എന്ന് മനസ്സിലായി. അങ്ങനെ ഇതിനോട് ഒരാഭിമുഖ്യം വന്നു. പിന്നെ സ്വാഭാവികമായിട്ടും ഒരുപാട് സന്യാസിമാരായിട്ട് നിർമ്മലാനന്ദ സ്വാമി, ചിദാനന്ദപുരി സ്വാമിജി, അങ്ങനെ കേരളത്തിലെ ഒരു സന്യാസിമാരായിട്ടും ഉത്തരഭാരതത്തിലാണെങ്കിൽ കാശികാനന്ദഗിരി സ്വാമിജി. അപ്പോൾ കാശികാനന്ദഗിരി സ്വാമിജിയെ അത് ഒരു ഹരിദ്വാറിലെ കുംഭമേള സമയത്താണ് ഭാരതത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിദ്വാൻ ആരാണെന്ന് ചോദിക്കുമ്പോഴാണ് ഇവിടെ ഒരു നമ്മുടെ അഖാഡയിലൊരു പാപ പറയുന്നത്, കാശികാനന്ദജി ജന്മം കൊണ്ട് നിങ്ങളുടെ ദേശത്തു നിന്നാണ്, പക്ഷേ ഇപ്പോൾ എവിടെയാണെന്നൊന്നും അറിയില്ല, കുംഭമേളകൾക്ക് പോലും വരാറില്ല, ശരീരത്തിലുണ്ടോയെന്ന് പോലും അറിയില്ല. പിന്നെ അങ്ങനെ അന്വേഷണത്തിൽ നിർമ്മലാനന്ദ സ്വാമിജിയാണ് പറയുന്നത് കാന്തിവലിയിൽ, ബോംബെയിൽ കാന്തിവലിയിലാണ് ദക്ഷിണാമൂർത്തി മഠമൊക്കെ വിട്ടിട്ട് അവിടെ വന്ന് ഇരിക്കുകയാണ്. ആശ്രമത്തിൽ നിന്ന് പുറത്തിറങ്ങൽ പോലും ഇല്ല, അവിടെ വരുന്ന ആളുകളെ പഠിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നു, സ്വാമിജിയെ കാണുന്നു, സ്വാമിജിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. 14 വയസ്സിലൊക്കെ ഇവിടെ നിന്ന് കാൽനടയായിട്ട് പോയതാണ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം പോലും സംസ്കൃതത്തിലാണ്. ഇവിടെ നിന്ന് 14 വയസ്സിൽ കാൽനടയായി പോയി കാശിയിലെ സമ്പൂർണ്ണാനന്ദ യൂണിവേഴ്സിറ്റിയിൽ സംസ്കൃതം പഠിച്ച് അതിൽ ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഴുതിയ പുസ്തകങ്ങൾ അവിടെ പാഠപുസ്തകമായിരുന്നു. പോസ്റ്റ് ഗ്രാജുവേഷന് വേദാന്തത്തിൽ സ്വയം രചിച്ച ശ്ലോകങ്ങളിലാണ് മറുപടി എഴുതുന്നത്, അതിന് ഉത്തരം എഴുതുന്നത്. അപ്പോൾ ഉത്തരം എഴുതുന്ന ആദ്യത്തെ പ്രൊഫസർക്ക് ഇത് മനസ്സിലായില്ല. എന്നിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിന് കൊടുത്തു. ഹെഡ് വായിക്കുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം ആദ്യം വിചാരിച്ചത് ചോദ്യപേപ്പർ ചോർന്നു എന്നാണ്. ഞാനൊക്കെ പുതിയ ശ്ലോകങ്ങളാണ്. അപ്പോൾ ദക്ഷിണാമൂർത്തി മഠത്തിലെ ആളാണ്. അപ്പോൾ മഠം അത്രയും പ്രബലമാണ്. സ്വാഭാവികമായിട്ടും അവിടുത്തെ ഉദ്യോഗസ്ഥം പ്രൊഫസേഴ്സ് ആരെങ്കിലുമൊക്കെ ചോദ്യപേപ്പർ നേരത്തെ കൊടുത്തിട്ടുണ്ടാവുക. നേരെ വന്ന് അന്നത്തെ അവിടുത്തെ മഹാമണ്ഡലേശ്വരമായിട്ട് പറഞ്ഞു ഇങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ കാശിയാനന്ദജി അദ്ദേഹം വിളിച്ചു. അദ്ദേഹം ഇങ്ങനെ പറയണു, എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. അദ്ദേഹം പുതിയൊരു ചോദ്യപേപ്പറുമായിട്ട് നാളെ വന്നോട്ടെ എന്ന് പറയുകയാണ്. പിറ്റേ ദിവസം ഇതുപോലെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് പുതിയൊരു ചോദ്യപേപ്പറുമായിട്ട് വരുന്നു. അവിടെ ഇരുന്ന് അദ്ദേഹം വീണ്ടും ഉത്തരം എഴുതുന്നു ഇതുപോലെ തന്നെ. പിന്നെ ഗോൾഡ് മെഡലോട് കൂടിയിട്ടാണ് അദ്ദേഹം അന്ന് ഇത് പാസ്സാവുന്നത്. ആ ഉത്തര പേപ്പർ ഇപ്പോഴും അവിടെ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് കലപ്പുണ്ടോയെന്ന് അറിയില്ല. ഞാനൊക്കെ പോയി കണ്ടിട്ടുണ്ട്. അവിടെ ലൈബ്രറിയിൽ ചില്ലിട്ട് വെച്ചിരുന്നു. അത്
അങ്ങനെ സ്വയം ഉണ്ടാക്കിയ ശ്ലോകങ്ങളിൽ 100% മാർക്കാണ് വേദാന്തത്തിൽ. പിന്നെ അദ്ദേഹവും ഈ പറഞ്ഞ പോലെ ഒരുപാട് വേദാന്ത വിചാരം, ഏതാണ്ട് 400-ലധികം പുസ്തകങ്ങൾ, ദ്വാദശ ദർശനങ്ങളിലും ആചാര്യസ്ഥാനമാണ്. അഭിനവശുദ്ധ ബ്രഹ്മർഷിയാണ് ഭാഗവതത്തെ ഏറ്റവും ഇതായിട്ട് ആധുനിക കാലത്ത് വ്യാഖ്യാനിച്ച്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ മന്ത്രദീക്ഷ സ്വീകരിക്കുന്നത് കാശികാന്ത സ്വാമിജിയിൽ നിന്ന്. കാന്തിവലിയിലും പിന്നെ അദ്ദേഹത്തിന് ഹരിദ്വാറിൽ കൻഖലിലൊരാശ്രമമുണ്ട്, അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പരിവർത്തനം ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു രാജസമായിട്ടുള്ളൊരു ഭാവം എപ്പോഴും ഉള്ളിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഇത്തരം വിദ്വാന്മാരായിട്ടുള്ള മഹാത്മാക്കളൊക്കെ ആയിട്ട് നമ്മൾ ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അഖാഡകളിലാണ് നമുക്ക് കൂടുതൽ ഒരു താല്പര്യവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിൽ അഖാഡകളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കൂടുതലായിട്ടുള്ള ഇതും ആ രീതിയിലുള്ള നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകലും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ പൊതുവിൽ ദക്ഷിണ ഭാരതത്തിൽ ആധുനിക കാലത്ത് അഖാഡകളായിട്ടൊന്നും ബന്ധമില്ലെങ്കിലും കൊട്ടാരക്കര അവധൂത ആശ്രമത്തിലെ സദാനന്ദ സ്വാമികളുടെ ശിഷ്യനായിട്ടുള്ള മഹാപ്രസാദ് സ്വാമികൾ ഗുരുനാഥൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശം അനുസരിച്ച് ഉത്തരഭാരതത്തിൽ വന്ന് അന്നത്തെ കാശിയിലെ മഹാമണ്ഡലേശ്വരായിരുന്ന രാജേന്ദ്രഗുരു സ്വാമികളുടെ ഗോവിന്ദമഠത്തിൽ പഠിച്ച് 100 വർഷം മുമ്പത്തെ പ്രയാഗ്രാജ് കുംഭമേളയിൽ നിന്ന് അഖാഡയിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചിട്ട് മഹാമണ്ഡലേശ്വരുമായിട്ട് തിരിച്ചു വന്നിട്ടാണ് അവധൂത ആശ്രമത്തിൻ്റെ ആശ്രമവ്യവസ്ഥകളൊക്കെ ചെയ്യുന്നത്. ആ ആശ്രമത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അഖാഡയുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോൾ കേരളത്തിൽ പൊതുവിൽ നമ്മൾ ഉത്തരഭാരതത്തിൽ പറയും കുംഭമേളകളിലൊക്കെ ശങ്കരാചാര്യ സ്വാമികൾ വന്നിട്ടാണ് ഈ വ്യവസ്ഥകൾ മുഴുവൻ ചെയ്തത്. പിന്നെ ഒരു മലയാളി ഇങ്ങോട്ട് കടന്നു വന്നിട്ടില്ലയാണ്. അപ്പോൾ അതിനൊരു ആദ്യത്തെ ഒരു ശ്രമം എന്നുള്ള നിലയിൽ നമ്മളൊരു ശിബിര വ്യവസ്ഥ ഇത്തവണത്തെ കുംഭമേളയിൽ ചെയ്യുകയും കഴിയുന്നത്ര മലയാളികളെ എത്തിക്കാനുള്ളൊരു ശ്രമം. ആ ശ്രമത്തിനെ തുടർന്ന് ഇത്തവണ അതിൻ്റെ മഹാമണ്ഡലേശ്വർ എന്ന് പറയുന്ന ഒരു നിയോഗവും അഖാഡ ഏൽപ്പിച്ചു. അപ്പോൾ അത്തരം ധർമ്മപ്രചരണവും ധർമ്മസംരക്ഷണവുമാണ് അഖാഡയുടെ കർത്തവ്യം. അതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. 3 സന്യാസിമാരെയും കുറിച്ചുള്ള ഏകദേശ ഒരു ചിത്രം നമുക്ക് ഇത്രയും സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി നമുക്ക് അറിയേണ്ടത് ഇവർ 3 പേരും, ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ 4 പേരും ഒരുമിച്ച കേരള മീഡിയ അക്കാഡമി, നേരത്തെ കേരള പ്രസ് അക്കാഡമി ആയിരുന്നു ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത്, ഇപ്പോൾ മീഡിയ അക്കാഡമിയാണ്, ആ സ്ഥാപനത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ പ്രസ് അക്കാഡമി അല്ലെങ്കിൽ മീഡിയ അക്കാഡമി നമ്മുടെ സ്ഥാപനം സത്യത്തിൽ അത് മാധ്യമപ്രവർത്തകരെ സൃഷ്ടിക്കാനുള്ള ഒരു സ്ഥാപനമാണ്, അല്ലാതെ മറ്റൊരു ലക്ഷ്യവും അതിനില്ല. അത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഓട്ടോണമസ് ആയിട്ടുള്ള സ്ഥാപനമാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. കുറേ മാധ്യമപ്രവർത്തകരൊക്കെയാണ് അതിന് നേതൃത്വം നൽകുന്നത്, അധ്യാപകരായിട്ട് വരുന്നത് അവരാണ്. പക്ഷേ എന്നും എനിക്ക് തോന്നുന്നൊരു ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്വാധീനം അല്ലെങ്കിൽ മേൽക്കൈ ഈ അക്കാഡമിയുടെ മേലിലുണ്ട്. അതിപ്പോൾ LDF ഭരിക്കുമ്പോഴായാലും UDF ഭരിക്കുമ്പോഴായാലും ഒക്കെ ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടുന്ന് പറഞ്ഞു തന്നിട്ടുള്ള ക്ലാസ്സുകൾ, എടുത്ത ക്ലാസ്സുകളൊക്കെ ജേർണലിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ചിലപ്പോൾ അതിനകത്ത് ആധ്യാത്മികതയൊക്കെ ആരെങ്കിലുമൊക്കെ പരാമർശിച്ചിട്ടുണ്ടാവും, നേരത്തെ സുജാത സാറിൻ്റെ ഒക്കെ പേര് പറഞ്ഞതുപോലെ. അപ്പോൾ വല്ലപ്പോഴും അവരുടെ ക്ലാസ്സിൽ, പ്രത്യേകിച്ച് നമുക്ക് അവിടെ കിട്ടുന്ന കൂടുതലും മാധ്യമപ്രവർത്തകരാണ്, അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ് നമുക്ക് കൂടുതലും കിട്ടിയിട്ടുള്ളത്, അല്ലാതെ ലെക്ചേഴ്സ് അല്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അതിനകത്ത് അത്തരം കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും എന്നുള്ളതല്ലാതെ ആരും ആ വഴിക്ക് തിരിഞ്ഞു പോകാനുള്ള ഒരു പ്രേരണ നമുക്ക് അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചെന്നാണ് എനിക്കറിയാത്തത്. 3 ആൾക്കാർ ഈ രംഗത്തേക്ക് വരികയും എനിക്ക് തോന്നുന്നു ഈ 3-നേക്കാട്ടിലും കൂടുതൽ പേര് ഈ ഹൈന്ദവ ആധ്യാത്മികതയോട് ആഭിമുഖ്യമുള്ളവരുണ്ട്. ഞാനത് മതം എന്നുള്ള അടിസ്ഥാനത്തിലല്ല പറയുന്നത്, മറിച്ച് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള എത്രയോ പേര് നമ്മുടെ കൂടെ പഠിച്ചവർ, നമ്മുടെ മുന്നേ പഠിച്ചവർ, പിന്നെ പഠിച്ചവരൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ 3 പേര് ഇപ്പം ഇങ്ങനെ ഈ രംഗത്തേക്ക് എത്തി. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ യാത്രയിലേക്ക് മീഡിയ അക്കാഡമിയുടെ സ്വാധീനം അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, അവിടെ നിന്നുണ്ടായ എന്ത് അനുഭവമാണ് നമ്മൾ ഇതിലേക്ക് തിരിച്ചു വിട്ടതെന്ന് ആണ് വിചാരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഗുരു നിത്യചൈതന്യയുടെ കാര്യം പറഞ്ഞു, നമുക്കെല്ലാം ആ സ്വാധീനം ഉണ്ടാകാം. കാരണം നമ്മളെല്ലാം പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആ പ്രദേശത്തുണ്ട്. പിന്നെ ഞാൻ ഓർക്കുന്നു, ഈ പറഞ്ഞ പോലെ കലാകൗമുദിയിലൊക്കെ എത്രയോ ശ്രദ്ധേയമായ ലേഖനങ്ങൾ വരികയും അത് വായിക്കുക എന്നുള്ള അന്നത്തെ കാലത്ത് ഒരു ഫാഷനായിരുന്നു ശരിക്കും. അപ്പോൾ അത് സ്വാധീനിച്ചിട്ടുണ്ടാവാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാൻ ചോദിക്കുന്നത്, ഈ സ്ഥാപനം മീഡിയ അക്കാഡമി എന്ന് പറയുന്ന സ്ഥാപനം ഈ രീതിയിലേക്ക് പോകുന്നതിൽ എന്ത് സ്വാധീനമാണ് ചെലുത്തിയിട്ടുണ്ടാവുക? ഞാൻ പഠിക്കുന്ന സമയം, നമ്മൾ 2 പേരും പഠിക്കുന്ന ഒരു സമയം തന്നെയാണ്, 1 വർഷത്തെ വ്യത്യാസമുള്ളൂ. രാഷ്ട്രീയമായ ഒരു അതിപ്രസരം എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ സുഹൃത്തുക്കൾ വളരെ ശക്തരായിട്ടുള്ള ഇടതുപക്ഷ അനുഭാവികളുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് എനിക്ക് രാഷ്ട്രീയത്തിനോടുള്ള ഒരു ആഭിമുഖ്യം വളരെ കുറവാണ്. രാഷ്ട്രീയ ചിന്ത എപ്പോഴും ഞാൻ അകറ്റി നിർത്താൻ നോക്കും. പ്രത്യേകിച്ചും എൻ്റേത് ഒരു വിശാല ജീവിത വീക്ഷണമാണ് ഞാൻ സമാർജിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മളൊക്കെ അന്ന് അടികൂടുമ്പോൾ, രാഷ്ട്രീയം പറഞ്ഞ അടികൂടുമ്പോൾ കൂട്ടത്തിൽ കൂടാറുണ്ടായിരുന്നില്ല. ഇല്ല, ഞാൻ കൂടാറില്ല. ഞാനതിൽ അത് സുഹൃത്തുക്കളെ ചർച്ച ചെയ്യുമ്പോഴും ഒരു
ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വീക്ഷണം ഞാൻ അന്വേഷിക്കുന്നുണ്ട്. എൻ്റെ മുന്നിൽ മഹാത്മാക്കളായിട്ടുള്ള വ്യക്തികളാണ് ജീവിതത്തിൻ്റെ വഴികാട്ടികളായിട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ രാഷ്ട്രീയപരമായിട്ടൊരു ഒരു പക്ഷത്തേക്ക് വരാതിരിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു, ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പല സമയത്തും. അതൊരർത്ഥത്തിൽ ഇന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു പ്യുവർ സ്പിരിച്വാലിറ്റിയെ മാത്രമാണ് ഞാൻ മുന്നിൽ വയ്ക്കുന്നത്. രാഷ്ട്രീയം വളരെ ശക്തമായിട്ട് ഇപ്പോഴും കേരളത്തിൽ എല്ലാവരും സംസാരിക്കുന്നത് 99% ആളുകളും രാഷ്ട്രീയ ചിന്തയിലാണ് ജീവിക്കുന്നത്. അത് ടി വി എത്ര സമയം അതിനു വേണ്ടി കൊടുക്കുന്നുണ്ട്, മാധ്യമങ്ങൾ എത്ര സ്പേസ് കൊടുക്കുന്നുണ്ട്, പത്രമാധ്യമങ്ങൾ ഒക്കെ രാഷ്ട്രീയത്തിനാണെങ്കിലും ഞാനതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ വായന കുറവാണ് എനിക്ക്. ആധുനിക മാധ്യമങ്ങൾ പത്രങ്ങളൊക്കെ എടുത്താൽ ചിലപ്പോൾ അതിൻ്റെ ആ എഡിറ്റോറിയൽ പേജ് ഒന്ന് ഓടിച്ചു നോക്കും, വേറെ പേജുകളൊന്നും ഞാൻ നോക്കാറില്ല. അല്ല, അത് നമ്മളെ കാര്യം. ഞാൻ പക്ഷേ ചോദിക്കുന്നത് അക്കാദമിക് സാഹചര്യം പ്രത്യേകിച്ച് അങ്ങനെയായിരിക്കും പറയാൻ പറ്റുക. കാരണം രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാത്ത ആൾക്കാർ എത്രത്തോളം രാഷ്ട്രീയ സ്വാധീനം അതിലുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ എങ്ങനെ അത് ആധ്യാത്മികതയിലേക്ക് പോകുന്നതിനുള്ള ഒരു വഴിയായി മാറി. അന്ന് സത്യവ്രതൻ സാർ ഉണ്ടായിരുന്നു. സത്യവ്രതൻ സാർ നല്ലൊരു മാർഗദർശിയായിരുന്നു ഞങ്ങൾക്ക്. സത്യവ്രതൻ സാറ് നമ്മൾ കൊണ്ട് എഴുതാൻ നിർബന്ധിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ എഴുതിയ ലേഖനം സത്യവ്രതൻ സാർ തന്നെ എഴുതി ഒരു കവറിങ് ലെറ്റർ വെച്ചിട്ട് ജയേന്ദ്രൻ നായർ സാറിന് അയച്ചു കൊടുക്കും, സാറ് തന്നെ അയച്ചു കൊടുക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ലേഖനം ആദ്യം കലാകൗമുദിയിൽ പ്രസിദ്ധീകരിക്കുക. അന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കലാകൗമുദിയിലൊരു ലേഖനം പ്രസിദ്ധീകരിക്കുന്നത് ഭയങ്കര ഒരു ഇതാണ്, നമുക്കൊരു പ്രചോദനമാണ് വളരെയധികം. അതുകൊണ്ട് അന്ന് നമ്മുടെ ഇപ്പം ഹിന്ദുവിൽ വർക്ക് ചെയ്യുന്ന സുധിയും നല്ലൊരു എഴുത്തുകാരനാണ്. സുധിയും നന്നായിട്ട് എഴുതുമായിരുന്നു. സുധിയുടെയും ചിലതൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാലത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒന്നും വന്നിട്ടില്ല, ആധ്യാത്മികമായിട്ടും അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, ആധ്യാത്മികതയുള്ള വ്യക്തികളും കുറവാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അന്നും എന്നെ പ്രചോദിപ്പിച്ചിട്ടുള്ളത് ഗുരു നിത്യ ചൈതന്യതയുടെ പുസ്തകങ്ങളാണ്. ഞാൻ പുസ്തകങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നതാണ്. നമ്മുടെ ലൈബ്രറി, അക്കാഡമിയിലെ ലൈബ്രറി അത്ര വലിയ ലൈബ്രറി ഒന്നുമല്ല, ഒരു ചെറിയ ലൈബ്രറിയാണ്. എന്നാലും അതിൽ നല്ല എഴുത്തുകൾ ഒക്കെ ഉള്ള പുസ്തകങ്ങൾ ഞാൻ എടുത്തിട്ട് വായിക്കുകയൊക്കെ ചെയ്യും. വേറെ രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനമൊന്നും എനിക്ക് അവിടെ നിന്ന് വന്നിട്ടില്ല, എന്നെ സ്വാധീനിച്ചിട്ടില്ല ശരിക്കും. അങ്ങയുടെ ഒരു അനുഭവം എന്താണ്? അതിൽ ഈ അക്കാഡമിയിൽ അങ്ങ് പറഞ്ഞ പോലെ കേരളത്തിലെ പത്രപ്രവർത്തകരിലൊരു ഇടതു സ്വാധീനം ഇന്ന് നോക്കുമ്പോൾ ഉണ്ട് എന്ന് പറയാമെന്നുണ്ടെങ്കിലും നമ്മൾ സൂക്ഷ്മമായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ, കാരണം നിങ്ങളൊക്കെ ഉണ്ടായിരുന്ന അതേ ഫാക്കൽറ്റികളാണ് എൻ്റെ ഒരു കാലം വരെയും കുറച്ചുകൂടി കുറച്ച് കൊല്ലങ്ങൾ കൂടി അതിനെ തുടർന്നു. സത്യ സാറായിരുന്നു ഡയറക്ടർ, പിന്നെ രാജൻ സാർ, VPR, ഇവരൊക്കെയാണ് അതിൻ്റെ ഒരു കോർ ടീം. വേണുക്കുറുപ്പ്, ഇങ്ങനെയുള്ള ഇവരൊക്കെയാണ് അതിൻ്റെ ഒരു നേതൃത്വം നൽകുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു KM റോയ്സ്, സെബാസ്റ്റ്യൻ അങ്ങനെയുള്ള അദ്ദേഹം അങ്ങനെ ആ സമയത്ത് MP അങ്ങനെ എന്തോ ആയിരുന്നു അദ്ദേഹം. അങ്ങനെ വന്നിട്ട് ലീലാ ടീച്ചറെ തെറ്റിതിരുത്താൻ വേണ്ടി ആദ്യം തന്നൊരു സംഗതി ഞാൻ SFIയുടെ സ്റ്റുഡൻറ്റ് മാസികയിൽ എഴുതിയൊരു ലേഖനത്തിൻ്റെ കഷ്ണമായിരുന്നു. അത് അങ്ങനെയല്ല, ഒരു പോർഷൻ മാത്രം എടുത്തിട്ടാണ്. അപ്പം അതിൽ ഒരു ഇത്തിരി വാചകം ഇത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഘടനയിലുള്ളൊരു സംഗതിയായിരുന്നു. അപ്പോൾ അതിൽ വെച്ചിട്ട് അതെടുത്തിട്ടാണ് അതിൽ ആദ്യത്തെ എക്സസൈസുകൾ തന്നതിലുള്ള ഒരു കാര്യം. ടീച്ചർ വളരെ സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റുകളുടെ അവരെഴുതിയ റിപ്പോർട്ടുകളുണ്ടല്ലോ, അത് തിരുത്താൻ കൊണ്ടുവരും. എന്നിട്ട് ടീച്ചർ അത് ആരാന്ന് എഴുതിയെന്ന് പറയില്ല. ഇല്ല ടീച്ചർ എന്ത് ചോദിച്ചാൽ ഇത് ക്ലാസ്സിലവിടെ വെച്ചിട്ട് പോകും. അപ്പൊ നമ്മൾ പിന്നെ പോയി നോക്കും. അപ്പം അങ്ങനെ അവരെല്ലാവരും ഒരു കാലത്ത് എന്നുള്ളതല്ല, അവരുടെ ജീവിതകാലത്ത് മുഴുവൻ ശക്തമായ ഇടത് വിരുദ്ധത കൊണ്ട് നടന്നിരുന്ന ആളുകളും അതിനെ നയിച്ച ആളുകളുമാണ് കേരളത്തിൽ. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്നൊരു ചെറിയ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇവർ ഈ ഒരു മത്സരം നമ്മുടെ ഇൻ്റർവ്യൂ തൊട്ട് ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്തൊക്കെ തൊട്ടേ തന്നെ അങ്ങനെ ഓരോ ഓപ്പൺ ഡിസ്കഷനൊക്കെ. അപ്പോൾ ഈ നമ്മുടെ P. രാജൻ സാറ് പലപ്പോഴും വളരെ ഷാർപ്പായിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുന്ന ആളാണല്ലോ. അപ്പോൾ നമ്മളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് എന്തോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളിങ്ങനെ ജനറലി പറഞ്ഞു പോയി, ഈ മാർക്സിസ്റ്റ് വിഡ്ഢികളുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ബാച്ചിലൊരു പാവപ്പെട്ട SFIക്കാരനുണ്ട്. അയാൾ പെട്ടെന്നൊന്ന് ഇതിപ്പോൾ ഇത് ആക്രമണമാണെന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മൾ മൗനം പാലിച്ചു. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് അങ്ങനെ പറയരുത് സാർ എന്ന് പറഞ്ഞു.
അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, പുനരുക്തി ദോഷമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഘമാണ് ഈ അക്കാഡമിയുടെ ഫാക്കൽറ്റി കൊണ്ട് നടന്നിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു കാലഘട്ടത്തിലെന്ന് പറയുന്നത് അതിന് ശേഷം വന്ന പത്രപ്രവർത്തനത്തിലൊരു തലമുറയും കൂടി, KG ജ്യോതിർഘോഷ്, അങ്ങനെയുള്ള ആ ഒരു തലമുറയും കൂടി അതിൻ്റെ ഭാഗമായിട്ട് വന്നിരുന്നു. അപ്പോൾ ജ്യോതിർഘോഷ്ജി ആണെങ്കിലും പഴയ കാലത്ത് വലിയ ശക്തമായിട്ടുള്ള ഒരു ഇടത് വിപ്ലവ മാധ്യമപ്രവർത്തനം എന്നുണ്ടായിരുന്നതിൽ നിന്ന് വലിയ ട്രാൻസ്ഫോർമേഷൻ വന്ന് ഒരു ഭാരതീയമായിട്ടുള്ള ചിന്താധാരകളുടെ ഒരു സൗന്ദര്യം അനുഭവിച്ചു. അപ്പം ഇവരൊക്കെ നേരിട്ട് ആ കാര്യം പറയുക എന്നുള്ളതല്ല, പക്ഷേ നമ്മൾ അതുവരെ നമ്മുടെ ഉള്ളിൽ പേറിക്കൊണ്ടിരുന്നിരുന്ന സാധനത്തിനെയൊക്കെ ഒന്ന് പൊളിച്ച് കളയുക എന്ന് പറയുന്ന ഒരു പണി എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ വളരെ സൂക്ഷ്മമായിട്ടൊക്കെയാണ്, അതൊരു വലിയ രീതിയിലല്ല. ഇപ്പോൾ സത്യൻ സാറായിട്ടാണെന്നുണ്ടെങ്കിലും ഡാൻ സാറായിട്ടാണെങ്കിലും VPR ആയിട്ടും ഒക്കെ ആണെങ്കിലും വലിയ തരത്തിലുള്ളൊരു ബന്ധം ആ അക്കാഡമിക് കാലത്തും അതിന് തുടർന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സത്യൻ സാറിൻ്റെ അവസാനത്തെ പുസ്തകം എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഭാരം വന്നിട്ടുണ്ട്. VPR പറഞ്ഞത് സത്യൻ സാറിൻ്റെ അനുസ്മരണം VPRന് വേണ്ടി എഴുതി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അവസാനം പറഞ്ഞു, എനിക്ക് വയ്യടോ, താനൊന്ന് ഞാൻ പറയാം, താനൊന്ന് എഴുത് എന്ന് പറഞ്ഞ്. കാരണം അവരത്രയും, കാരണം VPRന് സത്യൻ സാറ് മാത്രമാണ് എന്ത് കാര്യത്തിനും ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് നേരത്തെ അവർ അസുഖമായിട്ട് ബന്ധപ്പെട്ട് പോയി. അപ്പോൾ ഈ ഒരു എല്ലാ കാര്യങ്ങളിലും അവർ കുട്ടികളുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും അവരുടെ ചെറിയ തോട്ട് പ്രോസസ്സിൽ വരുന്ന സംഗതികളെ പോലും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്തിരുന്ന. അപ്പം ഞാനന്ന് അക്കാഡമിയിൽ വരുന്ന സമയത്ത് SFI കഴിഞ്ഞ വലിയ താടിയുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പോൾ സത്യൻ സാറിൻ്റെ ഇതൊന്ന് ഇത്രയൊക്കെ താടി ദീക്ഷ ആവശ്യമുണ്ടോ പത്രപ്രവർത്തനം പഠിക്കാൻ എന്നുള്ളതിലാണ്. അപ്പം ഞാൻ നമ്മുടെ എല്ലാവർക്കും അറിയാമല്ലോ SFI ബാക്ക്ഗ്രൗണ്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ജനറലി ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം. അപ്പോൾ പെട്ടെന്ന് നമ്മളൊരു ക്ഷുഭിതമാവും, അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോയെന്നൊക്കെ അന്നത്തെ ഒരു ആളുകൾക്ക് ചോദിക്കാം. അപ്പോഴേക്കും VPRനെ അതിനൊന്ന് തണുപ്പിച്ചു, അല്ല ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ ചിരിച്ചുകൊണ്ട് തന്നെ അത് കേട്ടു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഓരോ കാര്യങ്ങളിലും അപ്പോൾ അവരത് ചോദിക്കുന്നത് അത് താടിയെക്കുറിച്ചല്ല, മൊത്തത്തിലുള്ള ഒരു നമ്മുടെ ആശയവും എല്ലാ കാര്യങ്ങളിലും വരുത്തുന്ന ചില ഇടപെടലുകൾ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നമ്മളുടെ ചില ഏത് തരത്തിലാണെങ്കിലും ഉള്ള കംഫർട്ടുകളെ ഒന്ന് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു തോട്ട് പ്രോസസ്സ് തുടങ്ങാൻ ആ സമയത്തുള്ള ഈ ഫാക്കൽറ്റി. ഇപ്പോൾ വേണുഗോപാൽ സാറിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് അദ്ദേഹം വളരെ, അതായത് വെള്ളഖദറും അതായത് അങ്ങനെ വളരെ സൗമ്യമായി ഇതിരിക്കുന്ന ഒരാൾ ഒരു ഘട്ടം കഴിഞ്ഞ് വേറെ അവസ്ഥയിലേക്ക് കിടക്കുന്ന സമയത്ത് മലയാളം അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ആരോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ പകുതിയിൽ നിന്ന് തുടങ്ങുന്നത് ഏറ്റവും കഠിനമായിട്ടുള്ള ഓക്സ്ഫോർഡ് ഇംഗ്ലീഷിലാണ്. ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം മുഴുവൻ കണ്ട ആളുകളാണ്, അങ്ങനെയുള്ളൊരു മഹാരഥന്മാരാണ്. അവർ വളരെ സൂക്ഷ്മമായിട്ട് ഈ ചിന്തകളിലേക്കുള്ള അതിനെ നമുക്ക് ഒന്നുകിൽ ബലം പ്രയോഗിച്ച് പ്രതിരോധിക്കാം. ആ പ്രതിരോധിക്കുന്നവർ പിൽക്കാലത്ത് കടുത്ത ഇടതുപക്ഷ മാലിന്യങ്ങൾ മാധ്യമപ്രവർത്തനത്തിൽ കലർത്തുക എന്നുള്ള ധർമ്മം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന, കാരണം ആ ഒരു സമയത്തുള്ളൊരു യുവത്വം എന്ന് പറയുന്നത് ഈ 80-കൾ 70-കൾ തൊട്ടുള്ള അടിയന്തരാവസ്ഥ പ്രക്ഷോഭവും അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള നക്സൽ സാധനത്തിൻ്റെയൊക്കെ ഒരു വലിയൊരു ഇടത് ഭാരം പേറിക്കൊണ്ടാണ് വരുന്നത്. അവരെ ഒന്ന് തുറന്നിട്ടുണ്ട് എന്നുള്ളൊരു ഇതാണ് അക്കാഡമിയെ കുറിച്ചിട്ട് നമുക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം. അക്കാഡമി ജീവിതം സന്യാസ ജീവിതത്തിലേക്ക് കിടക്കുന്നതിന് സന്യാസം സ്വാതന്ത്ര്യമാണല്ലോ. അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിൻ്റെ വലിയൊരു ലോകം ഞാൻ ശരിക്കും അക്കാഡമിയിൽ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഇതിൽ ഞാൻ പറയുമ്പോൾ തന്നെ നമ്മുടെ ലീലാവതി ടീച്ചറുണ്ടല്ലോ, ലീലാവതി ടീച്ചർ അത്രയും പ്രായമുണ്ട്, പക്ഷേ ലീലാവതി ടീച്ചർ ക്ലാസ് എടുക്കാൻ വന്നുകൊണ്ടിരുന്നത് NGO ക്വാർട്ടേഴ്സിൻ്റെ അവിടെ നടന്നിട്ടാണ്. നമ്മളൊക്കെ ആദർശം ഈ പറയുന്ന പോലെ പറച്ചിലിൽ മാത്രമാകുമ്പോൾ ടീച്ചറിനെ പോലുള്ളവരൊക്കെ ജീവിച്ച് കാണിക്കുന്ന ഒരു പ്രവണത അന്ന് അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ അവിടെ ശ്രദ്ധിച്ച ഒരു മനുഷ്യനാണ് അന്ന് അവിടെ ഗാർഡനറായിരുന്ന ബാബു.
വളരെ ആത്മാർത്ഥത ഉണ്ടായിരുന്നു ആ കൃഷിക്ക് കാര്യങ്ങൾ ചെയ്യാൻ, ആ പൂവുകൾ ഓരോന്നും വെള്ളം ഒഴിക്കുന്നതിനും കാര്യം. അപ്പോൾ ഈ വക സാധനം ഈ സിദ്ധാന്തങ്ങളെക്കാളും പ്രവൃത്തിയിലാണ്, ജീവിതത്തിലാണ് ഈ കാര്യവരിക്കുന്ന ഒരു പാഠം ഞാൻ അവിടെ കൃത്യമായിട്ടും പഠിച്ചിട്ടുണ്ട്. ആ പാഠം എനിക്ക് ജീവിതത്തിൽ ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട്. ഈ സിദ്ധാന്തങ്ങളെക്കാളും ആശയങ്ങളെക്കാളും ഒക്കെ ഈ ജീവിതമാണ് അടിസ്ഥാനമായിട്ട് വർദ്ധിക്കുന്നത്. ആ ത്വര എനിക്ക് അത് ആ ഒരു എന്താണ് തുടർച്ച ഞാൻ പിന്നെ MA പഠിക്കുന്ന സമയത്ത് എനിക്കത് അനുഭവത്തിൽ വന്നു. അതായത് ഇങ്ങനെയുള്ള സ്വതന്ത്രനായിരിക്കുന്ന ആത്മാവെന്നുള്ള, അതായത് യാതൊരു ബോണ്ടേജും ഇല്ലാതെ സ്വതന്ത്രനായിരിക്കുന്ന ആത്മാവ്, അവൻ്റെ നൈസർഗികമായ ജീവിതം, ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു മോഹം എനിക്ക് ആ സമയത്ത് രൂപപ്പെടുന്നുണ്ട് ഈ ചിന്തയിൽ നിന്ന്. അപ്പോൾ ഇത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആത്മാവ് എന്നൊരു കൺസെപ്റ്റ് എൻ്റെ എവിടെയോ അറിയാതെ എൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. നിഷേധിയാണ്, അരാജകവാദിയാണ്, പക്ഷേ ഈ ഒരു ബോണ്ടേജും ഇല്ലാത്ത ആത്മാവെന്നൊരു കൺസെപ്റ്റ് എവിടെയൊക്കെയോ വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ കൺസെപ്റ്റും അതുപോലെ തന്നെ പാലാ ആശ്രമത്തിൽ നിന്നായിരുന്നില്ലേ PGക്ക് പോയിരുന്നു? അവിടെ അല്ല, ഞാൻ സംസ്കൃത യൂണിവേഴ്സിറ്റി ഒരു രാമകൃഷ്ണാശ്രമത്തിൽ അല്ലല്ല, അത് പന്മനാശ്രമത്തിൽ ചെന്നിട്ടാണ്. പന്മനാശ്രമത്തിൽ നിന്നാണ് യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ ഈ ആത്മാവെന്നുള്ള കൺസെപ്റ്റ് വന്നതിന് ശേഷമാണ് അങ്ങനെ ഇത് നമുക്ക് അറിയാതെ ഈ അരാജക സ്വഭാവത്തിനകത്ത് ഫ്രീ സോൾ എന്നുള്ള സാധനം കൺസെപ്റ്റ് വന്നതിന് ശേഷമാണ് അങ്ങനെയുള്ള ചില അന്വേഷണങ്ങൾ വന്നത്. അങ്ങനെയാണ് ഞാൻ ഈ പന്മനാശ്രമത്തിൽ ചെല്ലുന്നത് തന്നെ. പന്മനാശ്രമത്തിൽ ചെന്നു. അവിടുത്തെ അന്തരീക്ഷം എന്നെ സ്ട്രൈക്ക് ചെയ്തത് ഈ ആരും വരുന്നില്ല എന്നുള്ളതാണ്. ഒരാളും വരുന്നില്ല. നല്ല ലൈബ്രറി ഉണ്ട്, ബുക്കുകളുണ്ട്, പഴയ മരങ്ങളുണ്ട്. ഈ പഴയ മരങ്ങൾ ബുക്കുകളെടുത്ത് നമുക്ക് ഏത് മരത്തിൻ്റെയും മൂട്ടി പോയി സ്വസ്ഥമായിട്ടിരിക്കും, ആരും ശല്യം ചെയ്യാൻ പറ്റില്ല. പിന്നെ അവിടെ നല്ല ഈ കഞ്ഞി, ഈ വെറും തേങ്ങ മാത്രം ചിരണ്ടിയിട്ടിട്ട് കഞ്ഞി, അന്ന് അല്ല ഇന്ന് മാറ്റമുണ്ട്. അന്ന് വൻപയർ മുളക് പൊടി മാത്രം ഇട്ടിട്ട് പച്ചവെളിച്ചെണ്ണ കഴിച്ചിട്ട് ഒരു നീട്ടിക്കറിയും, എന്ത് രസമായിരുന്നു കഴിക്കാൻ. അപ്പോൾ അങ്ങനെ കഴിച്ച്, അപ്പോൾ സ്വാമിയുടെ ക്ലാസ്സും ഉണ്ട് ആ സമയത്ത്. അപ്പം ഞാനങ്ങനെ ഈ ആത്മാവെന്നുള്ള കൺസെപ്റ്റിൻ്റെ ഒരു ദാഹം എൻ്റെ അകത്ത് കിടപ്പുണ്ട്, ടേസ്റ്റ് കിടപ്പുണ്ട്. ഇത് മുഴുവൻ ഈ സ്വാമിയുടെ നിന്ന് ക്ലാസ്സുകൾ എനിക്ക് കിട്ടുന്നുണ്ട്. അതായത് ഞാൻ ഈ നീഷയുടെ നിന്നാണേലും ജിബ്രാൻ്റെ നിന്നാണേലും രജനീഷിൻ്റെ നിന്നാണേലും ഒക്കെ അരാജവാദ ട്രെൻഡിൽ കൂടെ മനസ്സിലാക്കിയ ഒരു ഫ്രീ സോൾ എന്നുള്ള കൺസെപ്റ്റ് കുറേ കൂടെ വൈഡായിട്ട് ഇതിനകത്ത് കിട്ടുന്നു. ആ ഫ്രീ സോൾ എന്നുള്ള കൺസെപ്റ്റ് കുറേ കൂടെ വലുതായിട്ടുള്ള കൺസെപ്റ്റ് ഒരു സന്യാസിയിൽ നിന്ന് കിട്ടുന്നു, ക്ലാസ്സിൽ നിന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. അങ്ങനെ ഞാൻ സ്വാമിയുടെ അടുത്ത് തന്നെ സ്വാമിയോട് പറഞ്ഞ സമയം ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ, അപ്പോൾ ഇവിടെ താമസിക്കാം, ഇവിടെ തന്നെ പരമേരിയായിട്ട് ഉള്ള വ്യവസ്ഥ നമുക്ക് ചെയ്യാം എന്നുള്ളതൊക്കെ നിൽക്കുന്ന സമയത്താണ് ഈ യൂണിവേഴ്സിറ്റി അവിടെ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ അവിടെ അന്വേഷിച്ചാൽ PG കോഴ്സുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ എനിക്ക് ഹിന്ദിയും സംസ്കൃതവും കൂടെ ചേർന്ന് അവിടെ പഠിക്കാം. സ്വാമിയോട് ചോദിച്ചപ്പോൾ ഇവിടെ തന്നെ നിൽക്കാം, സ്വാമിയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം, അവിടെയും പോകാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവിടെ സംസ്കൃത യൂണിവേഴ്സിറ്റി ചെന്ന് PGക്ക് കയറുന്നത്. അവിടെ പക്ഷേ ആ വർഷം PG അവിടുത്തെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ആകെ വിഷമം. ഞാൻ സ്വാമിയുടെ ക്ലാസ് കേൾക്കാനായിട്ട് ഈ അന്തരീക്ഷം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ ചേർന്നത്. എന്നെ പിടിച്ച് തിരുവല്ലയിൽ ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ പൈസയൊക്കെ അടച്ചു. സ്വാമിയോട് പറഞ്ഞു, സ്വാമി പറഞ്ഞു പൈസയൊക്കെ അടച്ചല്ലേ, ഞാനും വെറുതെ ഇനിയിപ്പോൾ കോഴ്സ് പോകും എന്നും പറഞ്ഞ് പിന്നെ അതിനായാലും പിന്നെ തിരുവല്ലയിലേക്ക് പോയി. അവിടെ വെച്ചാണ് വാസ്തവത്തിൽ എന്നെ ഇളക്കി മറിച്ച ആത്മാവിൻ്റെ ഏറ്റവും ഫ്രീ സോൾ എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. അതായത് എന്നെക്കാളും ചെറിയൊരാൾ, എങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന അമൃതരാജിനെ അറിയാം, G അമൃതരാജ്. ഇപ്പോൾ കുരുക്ഷേത്ര G അമൃതരാജിൻ്റെ ഒരു അനിയൻ G ആനന്ദരാജ്, എന്നെക്കാൾ ഒരു 5 വയസ്സ്. യൂണിയൻ ചെയർമാനായിരുന്നു. ഇവനെ ഇപ്പം G അമൃതരാജ് ഞങ്ങളൊക്കെ ഒന്നിച്ച് പഠിച്ച ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ഈ അനിയൻ ഇപ്പോൾ അവൻ പന്തളം NSS കോളേജിൽ പ്രൊഫസറാണ്. ആനന്ദരാജ് എൻ്റെ ഒരു കവിതയിൽ ആകർഷണമായിട്ട് എന്നെ കാണാൻ വന്നു. എൻ്റെ ഒരു ആവർത്തനങ്ങൾ എന്ന് പറഞ്ഞൊരു കവിത എഴുതിയത് ശുദ്ധ വെറുതെ ഞാൻ എഴുതിയതാണ്. പക്ഷേ അത് മുഴുവൻ അദ്വൈതമായിരുന്നു. എനിക്ക് അദ്വൈതം എന്താണെന്ന് പോലും അറിയില്ല. അദ്വൈതം എന്താണെന്ന് പോലും അറിയില്ല. നെല്ലിക്കമ്പുള്ള തരകനെ കൂടെ ചർച്ച ചെയ്യുന്നത് അവിടെ കോളേജിൽ ചർച്ചയായി, വലിയ അദ്വൈതമായി. അപ്പോൾ പിന്നെ ഞാൻ ഭയങ്കര ആസ്ഥാന കവി, ഭയങ്കര വലിയ കവിയായില്ലേ. എന്നിട്ട് ഈ അമൃതരാജ് ഇത് വീട്ടിൽ കൊണ്ടുപോയി ഡീറ്റെയിൽ ആയിട്ട് വായിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം ഇത് ആനന്ദ് വായിച്ചിട്ടാണ് ആനന്ദ് എന്നെ കാണാൻ വരുന്നത്. വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തുനിന്ന് പോകുന്നത്. അതുവരെ ഞങ്ങളങ്ങ് ആഘോഷിക്കുകയായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഇവൻ ചർച്ചകൾ എടുത്തിടും. ഞാൻ തോറ്റ് തുന്നം പാടിയ
നിമിഷങ്ങളാണ്. അതായത് നമ്മൾ ഈ പറയുന്ന ഈ അരാജക ചിന്തകന്മാരുടെ സാധനങ്ങളെല്ലാം ചുമന്നുകൊണ്ടാണ് നമ്മുടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയും ഫ്രീ സോൾ എന്നുള്ള സാധനം വരും, പക്ഷേ ഈ പറയുന്നതിനെയൊക്കെ മറികടന്നുള്ള ഐറ്റങ്ങൾ ഈ പറയുന്ന ആനന്ദിൻ്റെ നാവിൽ നിന്ന് വരുന്നു. എനിക്ക് കേട്ടോണ്ടിരിക്കുകയല്ല, അതൊരു നിവൃത്തിയില്ല, കേട്ടോണ്ടിരിക്കുക. അവസാനം ഞാൻ ആനന്ദിനോട് ചോദിച്ചപ്പോഴാണ് ഇത് ഉപനിഷത്തുകളാണ്. അപ്പോഴാണ് ഞാൻ ഉപനിഷത്ത് കേൾക്കുന്നത്. ഉപനിഷത്തുകളാണ് പറഞ്ഞത്. ഉപനിഷത്തിൻ്റെ ഒരു മോഹൻലാലിൻ്റെ ഈ പിന്നെ അഭിനയം പോലെ വാസ്തവത്തിൽ ആനന്ദരാജ് ഉപനിഷത്ത് കൈകാര്യം ചെയ്ത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത്ര കൂളാണ്. അപ്പോൾ ഉപനിഷത്തുകൾ അങ്ങനെ വന്ന് ഉപനിഷത്തുകൾ പഠിക്കുക എന്നുള്ള സൈറ്റത്തിലേക്ക് എത്തി. മഠാനന്ദ സ്വാമിയുടെ ഭാഷയാണ് അത് 10 ഉപനിഷത്തുകളും. അതോടുകൂടി എനിക്കതിലങ്ങ് ഭ്രാന്തായി. ഉപനിഷത്തുകളിൽ ഭ്രാന്ത് പിടിച്ചു. അതായത് ഇവൻ ഒരിടത്തും നിൽക്കുന്ന ആത്മാവല്ലെന്നുള്ള ഒന്നിനോടും പറ്റുള്ളതല്ല, ഇത് സർവ്വതിന് സാക്ഷിയാണെന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്തി. അങ്ങനെ വന്ന് ഞാൻ ആ കോളേജിൽ നിന്ന് ചാടിപ്പോയി, അമൃതാനന്ദ മഠത്തിൽ പോയി. അമൃതാനന്ദ മഠത്തിൽ ചെന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ എന്നെ ബ്രഹ്മചാരിയാക്കണം, സന്യസിക്കാൻ പോവുക. അപ്പം അമ്മ പറഞ്ഞു നല്ല മോന് മന്ത്രദീക്ഷയൊക്കെ തരാം. അപ്പം ഞാൻ മന്ത്രദീക്ഷയോട് ചോദിച്ചു ഏത് മന്ത്രമാണ് വേണ്ടതെന്ന് ചോദിച്ചു. അമ്മയുടെ വേണോ അതോ വേറെ വേണോ? എനിക്ക് അമ്മയുടെ തന്നെ മതി. അപ്പോൾ ദീക്ഷയൊക്കെ തന്നിട്ട് എനിക്കൊരു സമയം പറഞ്ഞു, 3:30 4 മണി കണ്ട സമയമാണ് അവിടെ തീരണമെന്ന് പറഞ്ഞു, വെളുപ്പിന്. അങ്ങനെ അവിടുത്തെ ബ്രഹ്മചാരിയായിട്ട് ഞാൻ ചേർന്നു. അങ്ങനെ പക്ഷേ ഒരു 5-10 ദിവസം കൊണ്ട് പക്ഷേ എനിക്ക് അവിടുത്തെ മൊത്തത്തിൽ ഞാൻ അവിടെ നിന്ന് പൊരുത്തപ്പെട്ടില്ല. ഞാൻ അവിടെ നിന്ന് വീണ്ടും കോളേജിൽ ചെന്നു. അങ്ങനെ കോളേജിൽ ചെന്ന് പിന്നെ പഠനം തീർത്തിട്ട് ഏകദേശം 2 മാസം പോലും ഞാൻ നിന്നിട്ടില്ല. 2 മാസത്തിനകത്ത് തന്നെ ചടിപ്പോയി. തമിഴ്നാട് സൈഡിൽ. അപ്പം തമിഴ്നാട്ടിലെ സിദ്ധൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെയാണ് അതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ രൂപപ്പെടൽ വാസ്തവത്തിൽ അവിടുത്തെ നമ്മുടെ ലൈബ്രറി സ്വാധീനിച്ചിട്ടുണ്ട്. ഈ ലീലാവതി ടീച്ചറിനെ പോലെയും ബാബുവിനെ പോലുള്ളവരുടെ നൈസർഗിക ജീവിതം സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ ആരുടെ ഇൻ്റർഫിയറിങ് ഇല്ലായിരുന്നല്ലോ അവിടെ. യൂണിവേഴ്സിറ്റി അവിടെ അക്കാഡമി പൊതുവെ ആരുടെ ഒരു കയറിയ ഇടപെടലൊന്നും ഫ്രീ ഇല്ല, ഒന്നിലും ഒരു കാര്യത്തിലും ഇല്ല, നമ്മളെല്ലാം ഫ്രീ ആണ്. അപ്പോൾ അതൊക്കെ ഇതിനെ സ്വാധീനമായിട്ട് വന്നിട്ടുണ്ട്. ഈ പോഡ്കാസ്റ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കുറച്ചുകൂടി കൗതുകമാർന്ന ചോദ്യങ്ങളും അതുപോലെ വളരെ വിജ്ഞാനപ്രദവുമായതും പുതുമയാർന്നതുമായ മറുപടികളുമായി അടുത്ത എപ്പിസോഡ് തുടർന്ന് കാണാം.